നമുക്കൊരു വാക്ക് കണ്ണടച്ച് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്വപിതാവേ, യേശുവെ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ മുട്ടുമടക്കുന്ന കർത്താവേ, അതേ കർത്താവേ, അവിടുന്ന് സുരാധിപനാണ്. എല്ലാ എല്ലാ ദേവന്മാരിലും ഈ ലോകത്തിൻ്റെതായ എല്ലാ പ്രഭുക്കന്മാരിലും ദേവാദിദേവനും രാജാതി രാജാവുമായിട്ടുള്ള ആ ഒരു കർത്താതി കർത്താവും രാജാതി രാജാവുമായിട്ടുള്ള, ഇന്ന് ലോകക്കാര് ദൈവങ്ങളെന്ന് വിളിക്കുന്നതിനും എല്ലാം കർത്താവെ മേലെ എല്ലാത്തിനും മീതെ വാണരുളുന്ന സർവശക്തനായ ദൈവം, ആ സർവശക്തനായ സുരാധിപൻ കർത്താവെ, ആ ദേവാധിദേവൻ കർത്താവെ, ഞങ്ങളുടെ മധ്യത്തില് കടന്നു വന്നിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ എത്ര ബഹുമാനത്തോടെ, എത്ര ഭയഭക്തിയോടെ, എത്ര സ്നേഹത്തോടെ അവിടുത്തെ മുമ്പാകെ ആയിരിക്കണം കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുവാൻ അവിടുത്തെ ഹൃദയത്തിലുള്ള കർത്താവെ, ആ വചനങ്ങളെ, ജീവനും ആത്മാവാകുന്ന വചനങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ബദനിലെ മറിയത്തെ പോലെ അവിടുത്തെ കാൽപാദങ്ങളിലേക്ക് ചേർന്നിരിപ്പാൻ കർത്താവെ, ഒരു വാക്ക് പോലും മിസ് ചെയ്യാതെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ, കർത്താവെ, ആത്മാവില് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുക എന്തെന്ന് കർത്താവെ ശ്രദ്ധ വെച്ച് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം, ഞങ്ങളുടെ ജഡം, അതിനെ സമ്പൂർണ്ണമായിട്ടും കർത്താവെ ക്രൂശിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരു പൂജ്യമായിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തുന്ന കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനത്തെ തന്നാട്ടെ, അവിടുന്ന് ഞങ്ങളെ ഉണർത്തിയാട്ടെ, സഭയെ പണിതാട്ടെ, അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അതിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ, 18-ന്റെ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അവിടെ കർത്താവിന്റെ ഇഹലോക ജീവിതവാസം, 33.5 വർഷക്കാലം ഉണ്ടായിരുന്ന ഇഹലോക ജീവിതവാസം, BC 4 മുതൽ AD 30 വരെ നീണ്ട 33.5 വർഷക്കാലമുള്ള കർത്താവിന്റെ ആ ജീവിതം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ലോകം കണ്ടിട്ടുള്ളതിലും വെച്ചും ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ചേതോഹരമായിട്ടുള്ള ജീവിതം. ചേതോഹരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മനസ്സിനെ ഹരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുന്ന, ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും താഴ്മയുള്ള, ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും സന്തോഷമുള്ള ഒരു ജീവിതം. ഏറ്റവും സന്തോഷപൂർണനായിട്ട് ഈ ഭൂമിയിൽ ആരാ ജീവിച്ചതെന്ന് ചോദിച്ചാൽ യേശു കർത്താവ്. എന്നാൽ യേശു കർത്താവിന്റെ പേര് വ്യസനപാത്രം എന്നായിരുന്നു, ദുഃഖത്തിന്റെ പുത്രൻ, മാൻ ഓഫ് സോറോസ് എന്നാണ് യെശയ്യാ 53-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. ശരിയാണ്, കർത്താവിന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ നമ്മളുടെ രക്ഷാനായകനെ പൂർത്തി വരുത്ത രക്ഷാനായകനെ അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ആ എബ്രായർ 2:10 വായിക്കുവാണെങ്കിൽ, ഞാൻ ആ എബ്രായർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് നമ്മുടെ രക്ഷാനായകൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ എന്ന കർത്താവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ രക്ഷയുടെ കപ്പിത്താൻ, രക്ഷയുടെ ക്യാപ്റ്റൻ. ആ എബ്രായർ 2:10 അനേക കഷ്ടങ്ങളിലൂടെ കർത്താവ് കടന്നുപോയത്. അതിന്റെ എബ്രായർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്കും, അതായത് സകലത്തിന്റെയും ലക്ഷ്യവും കാരണഭൂതനുമായവൻ, എല്ലാത്തിനെയും കാരണമായവൻ. അതായത് നമ്മള് ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നേ, ത്രൂ ഹിം ഫ്രം ഹൂം ആർ ഓൾ തിങ്സ് ആൻഡ് ത്രൂ ഹൂം ആർ ഓൾ തിങ്സ്. ആരിൽ നിന്നാണോ എല്ലാം ഉളവായത്, ആരിലൂടെയാണോ എല്ലാം ഉളവായത്, ആ സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെയും പുത്രിമാരും അതിനകത്തുണ്ട്. അനേകം പുത്രന്മാരെയും എല്ലാം തേജസ്സിലേക്ക് നടത്തുവാൻ, നമ്മളെ ജീവനിലേക്ക് നടത്തുവാൻ, സമൃദ്ധമായ ജീവനിലേക്ക് നടത്താൻ വേണ്ടി എന്താ ചെയ്തത്? അവരുടെ രക്ഷാനായകനായിട്ടുള്ള ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ എന്നായി KJV-ലൊക്കെ പറയുന്ന ഓദർ ഓഫ് ദ സാൽവേഷൻ എന്നാണ് NASB-ൽ പറയുന്നത്. ആ വാക്ക് അവിടെ ഓദർ, ക്യാപ്റ്റൻ, നായകൻ, നമ്മളെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെന്ന് എബ്രായർ 12:2 പറയുന്ന അതേ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആഹിഗാസ് എന്ന് പറഞ്ഞൊരു വാക്കാ. ചീഫ് ലീഡർ, പ്രിൻസ്, ഓദർ, ക്യാപ്റ്റൻ, പൈനിയർ, അങ്ങനെയൊക്കെ പല ട്രാൻസ്ലേഷൻ ചെയ്യാവുന്ന, അതായത് പ്രിൻസ് ഓഫ് ലൈഫ്, ജീവന്റെ പ്രഭു എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 2:15 ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതേ പദം തന്നെ, ആർക്കിഗാസ് എന്നുള്ള പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന. അപ്പോസ്തലപ്രവൃത്തി 2:15 ഞാനൊന്ന് എടുത്തോട്ടെ. അതിനകത്ത് മലയാളത്തില് 2:15 ആണല്ലോ, നോക്കട്ടെ ഒരു സെക്കൻഡ്. അപ്പോസ്തലപ്രവൃത്തികൾ 3:15 അവിടെ പത്രോസ് അവിടെ പറയുമ്പോ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പ്രിൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അവിടെ ജീവനായകനെ എന്ന മലയാളത്തില്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, പ്രിൻസ് ഓഫ് ലൈഫ്.
അപ്പോസ്തലപ്രവൃത്തി 3:15 ഞാൻ പറഞ്ഞു വെച്ചാൽ മലയാളത്തിൽ 14, മലയാളത്തിൽ 14, ഇംഗ്ലീഷില് 15 പ്രിൻസ് ഓഫ് ലൈഫ്. മലയാളത്തിൽ 14ാമത്തെ വാക്യം. താങ്ക് യു. ആ ഒരു ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ജീവന്റെ നായകനായിട്ടുള്ളവനെ, ജീവന്റെ രാജകുമാരനെ, പ്രിൻസ്, അതിന്റെ ഓദർ, അതിന്റെ രചയിതാവായവനെ, ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എബ്രായർ 2:10 വരുമ്പോ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതിന് യുക്തമായിരുന്നു. കഷ്ടാനുഭവങ്ങളാൽ കർത്താവിനെ എങ്ങനെ പിതാവ് തികഞ്ഞവനാക്കി? കർത്താവ് തികഞ്ഞവനായിട്ട് വന്നവനല്ലേ, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഉരുവായി പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവിന് ഉരുവായി. എന്നാൽ കർത്താവ് കൃപയിലും ദൈവത്തിനും മനുഷ്യനുള്ള പ്രസാദത്തില് വളർന്നു വന്നു എന്നാണ് നമ്മള് ലൂക്കോസ് 2:52 2:40 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് കൃപയിൽ വളർന്നു വന്നു എന്നുള്ള കാര്യം വായിക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നപ്പോ തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ടാണ് കർത്താവ് വന്നേ, നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട് വന്നു. കർത്താവിന്റെ ഉള്ള അവസ്ഥയിൽ കർത്താവിന്റെ പൂർണ്ണത ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കപ്പായിരിക്കുമ്പോ അതിന് പൂർണ്ണതയുണ്ട്. ഒരു മഗ് വെള്ളത്തിൽ കപ്പിന് ഫുള്ള് വെള്ളം ഒഴിച്ചാൽ കപ്പിനൊരു പൂർണ്ണതയുണ്ട്. മഗ് ആവുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ പൂർണ്ണത വേണം. അത് മഗ് ഫുൾ ആവുമ്പോൾ, ബക്കറ്റ് ആവുമ്പോൾ അത്ര എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. അതായത് കർത്താവ് നമ്മളെ പോലെ തന്നെ എല്ലാത്തിലും ഒരു രക്ഷാനായകനാവാൻ വേണ്ടി നമ്മൾ ലൂക്കോസ് 2:40 ഇങ്ങനെ വായിക്കുന്ന, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ജ്ഞാനം നിറഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹി കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ബിക്കം സ്ട്രോങ്, ഇൻക്രീസിങ് ഇൻ വിസ്ഡം. ജ്ഞാനത്തിൽ വളർന്നു വന്നു എന്നാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ വരേണ്ടത്. ജ്ഞാനത്തിൽ വളർന്നു വന്നു. എനിക്കൊന്ന് മലയാള പരിഭാഷകർക്ക് അത്രയും എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കർത്താവ് ജ്ഞാനത്തിൽ വളർന്നു വന്നതൊക്കെ എഴുതി എങ്ങനെയാന്ന് വിചാരിച്ച് അവരെങ്ങനെ അങ്ങനെയൊക്കെ എഴുതി വെച്ചതാ. എന്നാൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷില് NASB ലിറ്ററൽ ആയിട്ട് എഴുതിയിരിക്കുന്നത് ബിക്കം സ്ട്രോങ്, ഇൻക്രീസിങ് ഇൻ വിസ്ഡം, ഗ്രേസ് ഓഫ് ഗോഡ് വാസ്. അപ്പോൾ ജ്ഞാനത്തിൽ വളർന്നു വന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇവൻ അതേ ലൂക്കോസ് 2:51 പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് 52ാമത്തെ വാക്യം, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഹി കെപ്റ്റ് ഇൻക്രീസിങ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേറ്റ്സ്. ആ ഒരു ദൈവത്തിന്റെ ജ്ഞാനത്തില് പിതാവിന്റെ പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. യെശയ്യാവ് 11:2 വാക്യം നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ആ കൃപയിലും ജ്ഞാനത്തിലും നിറഞ്ഞു വന്നു. അപ്പൊ അനേകം കഷ്ടങ്ങളായാലും ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച കർത്താവ് എന്നാൽ പല കഷ്ടാനുഭവങ്ങളാൽ ആണ് കർത്താവ് തികഞ്ഞവനായി. വെച്ചാൽ പല കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല് തന്റെ ജഡത്തിൽ പുറമേയുള്ള പല കഷ്ടങ്ങള് കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പുറമേയുള്ള പല ഞെരുക്കങ്ങളോ, രോഗാവസ്ഥകളോ, സാമ്പത്തിക ഞെരുക്കങ്ങളോ, വലിയൊരു കുടുംബത്തെ നയിക്കേണ്ടതായിട്ടുണ്ട്. യോസെഫ് ഒരുപക്ഷെ കർത്താവിന്റെ ഒരു 16-18 വയസ്സിലൊക്കെ ഒരുപക്ഷെ യോസെഫ് മരണപ്പെട്ട് കാണുമായിരിക്കും. ബാക്കിയുള്ള അത്രയും വർഷങ്ങൾ 30 വരെ ഉള്ള വർഷങ്ങള് യേശുവും അറ്റ്ലീസ്റ്റ് 2 സഹോദരിമാരുണ്ടായിരുന്നു. 6 സഹോദരന്മാരെ നമ്മൾ 4 സഹോദരന്മാരെ കുറിച്ച് നമ്മൾ അവിടെ മർക്കോസ് 6:3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ 4 + 2 6, 2 എന്ന് പറയുമ്പോൾ 2 മിനിമം സിസ്റ്റേഴ്സ്. അപ്പൊ 6 പേര്, കർത്താവ് 7, മറിയം കൂടി ചേർത്ത് 8 പേരുള്ള ഒരു കുടുംബത്തെ ഒരു തച്ചനായിട്ട് പോറ്റി പുലർത്തണമെങ്കിൽ അവർക്കൊരു കുറവും വരാതെ, അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒരു കുറവ് വരാതെ, അങ്ങനെയുള്ള പല കഷ്ടങ്ങള്. പിന്നെ കർത്താവ് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും, ശുശ്രൂഷയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കർത്താവിനെതിരെയുള്ള എതിർപ്പുകളും സാത്താന്റെ എതിർപ്പ് പല രീതിയിലൂടെ, പരീശന്മാരിലൂടെ, ശാസ്ത്രിമാരിലൂടെ, സദൂക്യത്തിലൂടെ, ഈവൻ പല എതിർപ്പുകളും കാര്യങ്ങളും അവസാനം അപ്പൊ അതിൽ അങ്ങനെയുള്ള കഷ്ടാനുഭവങ്ങള്. പിന്നെ കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം പുറമെയുള്ള കഷ്ടങ്ങൾ മാത്രമല്ല, അകമയുള്ള ഒരു ജഡത്തിലുള്ള ഒരു കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു യുക്തിയും ബുദ്ധിയും ഉള്ള ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് യേശു വന്നേ. പക്ഷെ സ്വന്തമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിതാവിനെ കേട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് പിതാവിന്റെ തേജസ്സിൽ കുറഞ്ഞതെല്ലാം പാപമാണ്. അപ്പൊ അത് പാപമായി തീരും. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ താൻ വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38, 5:19, 30 ഒക്കെ നമ്മൾ വീണ്ടും കർത്താവിന്റെ അജണ്ട നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്.
ആ ഒരു അങ്ങനെ അങ്ങനെ ആ സ്വയത്തിന്റെ കഷ്ടാനുഭവങ്ങളിലൊക്കെയാണ് കർത്താവ് ഈ രക്ഷാനായകൻ തികഞ്ഞവനായത്. എന്തിനു വേണ്ടിയാ? നമ്മളെയും തേജസ്സിലേക്ക് നയിക്കാൻ കർത്താവ് അങ്ങനെ തികഞ്ഞു വന്നു. അപ്പൊ നമ്മളും ഈ തേജസ്സിലേക്ക് പോരണമെങ്കിൽ ഇതേ പാതയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആ കഷ്ടാനുഭവങ്ങൾ എന്ന് പറയുമ്പം ശരിക്കും പൊതുവെയുള്ള ക്രിസ്തീയ ലോകത്തിൽ ആ ക്രൂശിന്റെ ആ നാളുകളും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് കഷ്ടാനുഭവങ്ങളായിട്ട് മെയിനായിട്ട് അറിയാവുന്നതെന്ന് നമ്മൾ വചനത്തിന് ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ സഭകളിൽ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു ആഴത്തിലുള്ള സ്വന്തം ഇഷ്ടം ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ ഇഷ്ടം പോലല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. ചില ചില തെറ്റിദ്ധാരണകളോ ചില തിരുത്തലുകളോ ചില പ്രയാസങ്ങളോ ചില അസ്വാരസ്യങ്ങളോ വ്യക്തിബന്ധങ്ങളിലുള്ള ചില ഉലച്ചിലുകളോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, പ്രതീക്ഷിക്കാത്ത ചിലരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവേ എന്റെ ഇഷ്ടം പോലല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കർത്താവിന്റെ ആ വചനത്തിന് കർത്താവിന്റെ ആ ഇഷ്ടത്തിന് നമ്മൾ കീഴടക്കി കൊടുക്കുമ്പോൾ ഒരു കഷ്ടാനുഭവം ഉണ്ട്. നമ്മൾ പുറമെ നോക്കുമ്പോൾ നമ്മളുടെ ചതവോ ഇടുവോ മുറിവോ ഒന്നുമില്ല, നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കും, എന്നാൽ അകത്തൊരു കഷ്ടമുണ്ട്. അവിടെ ഒരു ആരും അറിയാത്തൊരു ഇന്നർ സഫറിങ്. അപ്പൊ ആ ഒരു അങ്ങനെ അങ്ങനെ കർത്താവ് തികഞ്ഞവനായിട്ട് രക്ഷാനായകനായിട്ടായി തീർന്നു. കർത്താവിനെ തികഞ്ഞവനാക്കുവാൻ അങ്ങനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായി തീർന്നു. ആ ഇതിനു വേണ്ടി എന്ന് വെച്ചാൽ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക്, അതേ കർത്താവിന്റെ അതേ തേജസ്സിലേക്ക് മഹത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി നടത്തുമ്പോൾ എന്താ ഈ വഴിയില ആ തേജസ്, കർത്താവ് തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ചത് ഈ വഴിയില്ല. അപ്പം നമുക്കും ഈ ക്രൂശിന്റെ വഴിയുള്ളൂ. അപ്പൊ നമ്മളിപ്പം യോഹന്നാൻ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പം കർത്താവിന്റെ ആ ഒരു ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഉള്ള പല അക്ഷരികമായിട്ടുള്ള പുറമേ നിന്നുള്ള തന്നെ പല കഷ്ടങ്ങള്, എന്നാൽ അകമേ ആ ഓരോ സമയത്തും സ്വന്തമായിട്ടൊരു വാക്ക് ഉരിയാടാതെ ഏതെങ്കിലുമൊക്കെ അവര് അടിക്കുകയും ഇടിക്കുകയും തുപ്പവും ചവിട്ടവും അവര് താഴെ രോമം പറിച്ചു എന്നൊക്കെയാ നമ്മള് യെശയ്യാവ് 50-ന്റെ 6 വാക്യം. കർത്താവിന് താടി ഉണ്ടായിരുന്നത് എങ്ങനെ അറിയുന്നത്? ശരി, നമ്മള് ഓരോ ഫോട്ടോസിൽ താടിയായിട്ടാണ് വളരുന്നത്. പക്ഷെ അന്നത്തെ യഹൂദ പുരുഷന്മാരെല്ലാം താടി വളർത്തുന്നവരായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അപ്പൊ എന്നാ യെശയ്യാവ് 50-ന്റെ 6 വാക്യത്തിൽ അവര് എന്നെ താടി രോമം പിഴുതതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ബിയേർഡ് താടി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഉള്ള ആ ഒരു അത്രയും, അതുപോലെ തന്നെ കർത്താവിന്റെ പിന്നീട് സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടെന്ന് അറിഞ്ഞില്ല. 129-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ പ്രവചനാത്മാവില് അവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് യേശുവിന്റെ ക്രൂസിലെ ആ ഒരു കഷ്ടാനുഭവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നേ. 129-ന്റെ 3-ല് ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. The flowers plowed upon my back, they lengthened their furrows. So കർത്താവ് ചാട്ടവാറടി കൊള്ളുമ്പോഴും ഒത്തിരി അടിയൊക്കെ കൊടുത്തു. പിലാത്തോസ് കുറച്ച് അടികളൊക്കെ കൊടുക്കാൻ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ തൊട്ടുന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അത് റോമൻ പടയാളികളുടെ അതുപോലുള്ള ചാട്ടവാർ അടി എന്നൊക്കെ പറഞ്ഞത് വെറുതെ എന്തെങ്കിലും ചുവരിൽ വെച്ച് അടിക്കുന്നവണൊക്കെ ഉള്ളതോ ഒന്നുമല്ല. എന്നാൽ അതുപോലെയുള്ള മാംസമൊക്കെ അങ്ങ് ഇളകി വരുന്ന രീതിയിലുള്ള ഉഴവുചാല് പോലെ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി, ഉഴവുകാർ തന്നെ മുതുകിന്മേൽ കിടന്ന് ഉഴുന്നത് പോലെയുള്ള ഒരു അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുപോലെയുള്ള അക്ഷരികമായിട്ടുള്ള വലിയ വേദനയിലും ആ വേദനയൊക്കെ വരുമ്പം എന്താ ഒരു പരാതിയുടെയോ പെറുവിറുപ്പിന്റെയോ ഒരു അസ്വസ്ഥതയുടെയോ ഒക്കെ ഒരു എന്തിനാ പിതാവേ എന്നെ ഇങ്ങനെ ഒരു പരാതിയുടെ ഒരു ആത്മാവ് ഒരിക്കലും യേശുവിൽ അങ്ങനെ ഒരു പരാതിയുടെ ഒരു സ്മെല്ല് പോലും ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഒരു ഊനമില്ലാത്ത തികഞ്ഞവനായ കുഞ്ഞാടായിട്ട് നമുക്ക് വേണ്ടി പുണ്യാഹയാഗമായിട്ട് തീരുവാന്, കർത്താവിന് പാപയാഗമായിട്ട് തീരാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഗുണമില്ലാത്ത കുഞ്ഞാടായിട്ട് ഇതെല്ലാം സഹിച്ചിട്ടും അവിടെ മറുത്തൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കർത്താവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലും പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ സ്വയത്തിന് മരിച്ച ആ ഒരു വേദനയുടെ മൂർധന്യത്തിലും നമ്മള് പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ബ്രേന് വല്ലാതെ ഭയങ്കര ഒരു തലവേദന വന്നു. അപ്പൊ പിള്ളേരൊക്കെ നല്ല ആമക്കളാണല്ലോ. അപ്പൊ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർ, അപ്പൊ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ ദേഷ്യം വരാനുള്ള ടെംപ്റ്റേഷൻ വരും. അപ്പൊ എന്തിനാ എനിക്ക് തലവേദന എന്താ? കർത്താവ് പറഞ്ഞു, നീ തലവേദന ഇല്ലാത്ത സമയത്ത് ദേഷ്യമൊക്കെ ഓവർകം ചെയ്യാൻ പഠിച്ചു, ഇപ്പൊ തലവേദന ഉള്ള സമയത്ത് ദേഷ്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ കോപത്തെ നീ കീഴടക്കാൻ വേണ്ടിയാ ഇപ്പൊ തലവേദന വന്നെന്ന് അന്ന് പണ്ട് ഇപ്പോഴെങ്കിലും പണ്ട് ഇപ്പോഴൊക്കെ കോപമൊക്കെ കീഴടക്കിയിട്ട് വേറെ എത്രയോ വർഷങ്ങളായിട്ട് പണ്ടത്തെ ഓഡിയോ കാസറ്റിലെ പണ്ടത്തെ ഒരു അനുഭവങ്ങൾ വേറെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് അതുപോലെ നമ്മള് ഓരോ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്കൊരു പരാതിയോ വെറുപ്പോ ഒരു ആകുല ചിന്തയോ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോ അങ്ങനെയൊക്കെയുള്ള
ഒരു പുച്ഛഭാവമോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വയ സഹതാപമോ ഒക്കെ വരാൻ എത്ര ഈസിയാണ്. എന്നാൽ അവിടെ എല്ലാം ഒരു സമ്പൂർണ്ണ യാഗമായിട്ട്, ഒരു സീറോ ആയിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്ന യേശുവിന്റെ അനുസരണം, പുത്രനെ അനുസരണം പഠിപ്പിച്ചു. അനുസരണത്താൽ അവൻ സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്നൊക്കെയാ എബ്രായർ 5:8 വാക്യം കൂടെ ഞാൻ അങ്ങ് എടുത്ത് വായിക്കുക. അവിടെ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന ഈ ക്രൂശില് അതിന്റെ ഒരു പാരമ്യമായിട്ടുള്ള അനുസരണം നമ്മൾ കാണുന്നുണ്ട്. എബ്രായർ 5:8 നമ്മളിങ്ങനെ വായിക്കുന്നത്, പുത്രനെങ്കിലും അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്. കഷ്ടങ്ങളാലാണ്, ആ കഷ്ടങ്ങളിൽ കൂടാണ്. കഷ്ടം എന്ന് പറയുമ്പോൾ പുറമേയുള്ള കഷ്ടങ്ങളെല്ലാം ഉണ്ട്, പിന്നെ അകമയുള്ള ആ ഒരു ജഡം, സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ള ഒരു പ്രലോഭനം വരുമ്പോൾ അവിടെ സ്വന്തം ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവിടെ ഒരു ജഡത്തിൽ ഒരു കഷ്ടം. എന്റെ ഇഷ്ടം, ആ സ്വന്തം ഇഷ്ടം ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്, എന്നാൽ സ്വന്തം ഇഷ്ടം വേണ്ട എന്ന് പറയുമ്പോൾ ഒരു കഷ്ടമുണ്ട്. ആ കഷ്ടം, ആ ജഡത്തിന്റെ കഷ്ടം, അതായത് സ്വന്തം ഇഷ്ടം ചെയ്യുമ്പോൾ ഒരു പ്ലഷർ, ഒരു സന്തോഷം, ആ സന്തോഷം വേണ്ട. നമുക്കൊന്ന് കോപിക്കുമ്പോൾ ആ ഒരു ജഡത്തിലൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കെതിരെ 2 വാക്ക് പറയുമ്പോൾ ജഡത്തിലൊരു സന്തോഷമാണ്, അവൻ അങ്ങനെ തന്നെ വേണം, ഇവൻ ഇങ്ങനെ തന്നെ വേണം. എന്നാ അവിടെ അത് കർത്താവേ ഞാൻ അങ്ങനെ ചിന്തിക്കരുത്, കർത്താവേ അങ്ങനെ ഒരു ചിന്ത ഒരു പ്രലോഭനമായിട്ട് എന്റെ ഹൃദയത്തിൽ വരുന്നു. പക്ഷേ കർത്താവേ ഞാൻ അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്, ഞാൻ കർത്താവേ അവിടുന്ന് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ആ സന്തോഷം വേണ്ടെന്ന് വെക്കുമ്പോൾ, ആ ജഡത്തിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ ഒരു കഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ അനേക കഷ്ടങ്ങൾ പുത്രനാണെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. കർത്താവിന് സ്വർഗത്തിൽ താൻ ദൈവത്തിന്റെ വചനമായിട്ട്, തൃത്വത്തിൽ രണ്ടാമനായിട്ട്, ദേവാദി പിതാവിനോട് സമനായിട്ട് ആയിരിക്കുമ്പോൾ കർത്താവിന് അനുസരണം പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പിതാവിന്റെ ഇഷ്ടവും യേശുവിന്റെ ഇഷ്ടം ഒന്നായിരുന്നു. എന്നാൽ ഭൂമിയിൽ വന്നപ്പം ഒരു ഒരു കരിക്കുലം ഉണ്ടായിരുന്നു, പിതാവിന്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു, ഒരു അനുസരണം പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുസരണം പഠിച്ച് തികഞ്ഞവനായതുകൊണ്ട് ഈ അനുസരണത്തിന്റെ ഈ കോളേജില് കർത്താവ് ഒരു പ്രൊഫസർ HOD ആയെന്ന് പറയുന്നത്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും ഇതേ വഴിയിൽ തന്നെ അനുസരിക്കുന്ന എന്നുള്ള ആ വാക്കിന് കീഴടങ്ങുന്ന എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഹുപ്പാക്കാവൂ എന്നുള്ള ഒരു വാക്കാം, കംപ്ലൈ, സബ്മിറ്റ് എന്നുള്ളൊരു വാക്ക് ഹുപ്പാക്കാവൂ എന്ന് പറഞ്ഞാല് അനുസരിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. ആ കർത്താവ് അനുസരണം പഠിച്ചു അല്ലെങ്കിൽ കീഴടങ്ങൽ പഠിച്ചു. അങ്ങനെ തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന, തന്നെ കീഴടങ്ങുന്ന ഏവർക്കും, അങ്ങനെ കർത്താവ് ഹിതത്തിനായിട്ട് നമ്മെ തന്നെ നമ്മളിന്ന് കീഴടങ്ങി അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ കീഴടങ്ങിയപ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ സംഭവിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ വീണ്ടും നമ്മളുടെ ഓരോ ദിവസത്തിന്റെ ഓരോ നിമിഷഗണത്തിലും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് കർത്താവിന്റെ മുമ്പാകെ അടിയറവ് വെക്കുമ്പം പരിശുദ്ധാത്മ നമ്മളൊന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്ന് നമ്മളുടെ ദേഹിയുടെ രക്ഷ, പ്രാണന്റെ രക്ഷയും കൂടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിത്യരക്ഷയുടെ കാരണഭൂതനായിട്ട് തീർന്ന ആ ഒരു കർത്താവിന്റെ വഴി നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം കർത്താവ് നമ്മൾ തിരിച്ച് യോഹന്നാൻ 18 അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ നമുക്കറിയാം, കർത്താവിനെ ഗെത്സമനെ തോട്ടത്തിൽ അവര് വലിയ പന്തമൊക്കെ കൊണ്ടുവന്ന് ഇവന് ഇരുട്ടത്തൊക്കെ കാണാൻ പോയി ഇവരെല്ലാം കൂടെ പോയി ഒളിച്ചിരുന്ന പന്തത്തിലെ ഈ പന്തമൊക്കെ കൊണ്ടുവന്നേക്ക് ഭയങ്കര ലൈറ്റിങ്, ഭയങ്കര ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വലിയ എന്താ പറയുക ഹെഡ് ലാമ്പോ അതുപോലെ വലിയ ലാമ്പൊക്കെ കൊണ്ടുവന്ന് എവിടൊക്കെ ഏതെങ്കിലും കോണിലോ ഗുഹയിലോ ഏതെങ്കിലും ഒക്കെ കയറി ഒളിച്ചിരുന്ന ഇവരെയൊക്കെ പിടിക്കണം, കർത്താവിനെ ശിഷ്യന്മാരെയും പിടിക്കണം എന്ന് വിചാരിച്ചായിരിക്കും അവര് അതുപോലെ കച്ചകെട്ടി വന്നതും. 13 യൂദാസ് അങ്ങ് പോയില്ല, ഇപ്പം 11 കർത്താവിനോട് കൂട്ടി 12 ചെറുപ്പക്കാര്, നല്ല കർത്താവൊക്കെ കാർപ്പന്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് നല്ല മസ്കുലർ ആയിട്ടുള്ള ആളായിരിക്കും. വെച്ചാൽ നല്ല ബാക്കി മുക്കുവന്മാരെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ നല്ല അധ്വാനവും കായിക ബലവും ഒക്കെ ഉള്ള ചെറുപ്പക്കാര്. അപ്പോ അവരെ എല്ലാം ഒന്നും പഴുതടച്ച് വലിയ സൈന്യം, ഒരു കോഹട്ടുമായിട്ടാണ് വന്നത്. അതിന്റെ ആ 18 മൂന്നാമത്തെ വാക്യത്തില് അങ്ങനെ യൂദ പട്ടാളത്തെയും, ആ പട്ടാളത്തെയും എന്നുള്ള വാക്യത്തില് റോമൻ കോഹട്ട്, ആ കോഹട്ട് എന്നുള്ള ആ വാക്ക് അത് എത്ര സൈന്യത്തെ കുറിക്കുന്നതാന്ന് പറഞ്ഞാല് സ്പെയറ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാ. ഒരു മിലിറ്ററി കോഹട്ട് എന്ന് പറഞ്ഞാല് സാധാരണ 600 ആൾക്കാര്, ചിലപ്പോൾ അതിന്റെ ഓക്സിലറീസ്, അതിന്റെ കൂടെ ഉള്ളവരൊക്കെ കൂടെ ചേർന്ന് ചിലപ്പോൾ 500 മുതൽ 1000 വരെയുള്ള ആൾക്കാരൊക്കെ ചേർന്ന ഒരു ഇതിനാ സ്പെയറ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയും 500 മുതൽ 1000 പേരെയൊക്കെ ഈ ഗെത്സമനെ തോട്ടത്തിലേക്ക് ഇരച്ചു കയറി
അപ്പത്തേക്കും കർത്താവിന് പുറത്ത് വന്നു. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നേ? നിങ്ങൾ കൂടുതൽ പാടുന്നു പെടേണ്ട, ഞാൻ നസ്രായൻ യേശുവിനെയാണോ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേ അവരെല്ലാം കൂടെ താഴെ വീണു. അപ്പൊ നിങ്ങൾ താഴെ വീണ സമയം കളയാതെ എനിക്ക് പിതാവിനെ ഹിതം ചെയ്യണം, നിങ്ങൾ എന്നെ പിടിച്ചു എന്ന് കർത്താവിന്റെ ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു മാന്യത, ആ ഒരു തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ കർത്താവിന്റെ ആ ഒരു മാന്യത. നമ്മള് സാക്ബേറിന് ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാക്ബേറിന്റെ 85ാമത്തെ വയസ്സ് തികയുന്ന ദിവസം അവിടെയുള്ള അമേരിക്കയിലുള്ള വേറൊരു ചർച്ചില് അവരെ ക്ഷണിച്ച് പോയി വചനം സംസാരിക്കുമ്പം 5 lessons that I've learned in 65 years. 65 വയസ്സെന്ന് പറയുമ്പം ഇപ്പൊ 85 വയസ്സുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ട് 65 വർഷങ്ങളായി. ഇപ്പൊ 65 വർഷങ്ങളിൽ താൻ പഠിച്ച 5 പാഠങ്ങൾ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് പല നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മൊത്തം സമൺ ചെയ്ത് കേട്ട് തീർന്നില്ല. അപ്പൊ അതിനകത്ത് പറയുന്നൊരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ബ്രദറിനെ മത വിരോധികള്, അതായത് റിലീജിയസ് പീപ്പിൾ, മതപരമായിട്ടുള്ള ആൾക്കാര് കർത്താവിനെ ക്രിസ്ത്യാനികൾ എന്ന പേരെടുത്ത്, വിശ്വാസികൾ എന്ന് തന്നെ പേരെടുത്ത്, വേർപെട്ട കൂട്ടങ്ങളിൽ നിന്ന് പേരെടുത്ത് ആൾക്കാര് കർത്താവിനെ അല്ല സാക്ബറിനെ അവര് കോടതി കയറ്റിയപ്പോ, അവര് സുപ്രീം കോടതി വരെ കേസ് വാദിച്ച് അവർ 10 കൊല്ലം അതിന്റെ പിന്നാലെ നടത്തി. അപ്പോ കോടതിയില് താന് ചെല്ലുമ്പോ ആദ്യമായിട്ട് കോടതിയിൽ ചെല്ലുന്നത് കൂടെ ഉണ്ടായിരുന്നു, അറിയാം. അപ്പൊ അങ്ങനെ ആ കോടതിയിലോട്ട് താൻ ആദ്യം ചെല്ലുമ്പോ ഇതുവരെ കോടതി മുറിയൊന്നും പരിചയമില്ല, കോടതിയും പോലീസൊന്നും നമുക്ക് നമ്മളാരും പരിചയിച്ച് ജീവിക്കുന്നതല്ല. അപ്പൊ ആദ്യമായിട്ട് കോടതി മുറിയിൽ അത് എന്തോ ഒരു കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പല കേസും കാര്യങ്ങളും ഒക്കെ കൊടുത്താ അങ്ങനെ ആയത്. അപ്പൊ അങ്ങനെ സുപ്രീം കോടതി വരെ, അപ്പൊ ആദ്യമായിട്ട് കോടതി മുറി കയറുമ്പം കർത്താവ് ഉറപ്പിച്ചു, നിന്നെ മാത്രമല്ല എന്നെയും ഇവര് ഈ റിലീജിയസ് പീപ്പിൾ, ഈ റിലീജിയസ് എന്നുള്ളത് എന്താ പറയുന്നത് മലയാളത്തില്, മതഭക്തരായിട്ടുള്ള ആൾക്കാര് നിന്നെ കോടതി കയറ്റുന്നതിന് മുമ്പ് എന്നെ കോടതി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്റെ കാൽപാദങ്ങളുണ്ട്. ഇപ്പൊ കർത്താവ് ഈ കോടതി മുറ്റത്ത് കയ്യഫാവിന്റെയും കയ്യഫാവിന്റെയും ഒക്കെ ആ ഒരു വീടിന്റെ നടുമുറ്റത്തും, പിന്നെ പിലാത്തോസിന്റെ പ്രിട്ടോറിയം, പിലാത്തോസിന്റെ ആസ്ഥാനത്തേക്കൊക്കെ പോകുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പോർഷൻ. അപ്പൊ നിന്നെ കോടതി കയറ്റുന്നതിന് മുമ്പ് എന്നെ മതഭക്തരായിട്ടുള്ള ആൾക്കാർ കോടതി കയറ്റിയിട്ടുണ്ട്. അവിടെ ആ ഒരു സ്നേഹത്തിന്റെയും എന്റെ കാൽപാദങ്ങളുണ്ട്. അപ്പം കർത്താവ് എന്ത് ഈ കാൽപാദങ്ങള്, അത് ഫെയ്ത്ത് ആൻഡ് ലവ്, വിശ്വാസവും സ്നേഹവും എന്നുള്ള 2 കാൽപാദങ്ങൾ അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴോ മറ്റോ ഈ എതിരെ കേസ് കൊടുത്ത സഹോദരങ്ങളെ കാണുമ്പോ ചെന്ന് അങ്ങോട്ട് കൈ ഗ്രാബ് ചെയ്ത് ഷേക്ക് ഹാൻഡ് ഗോഡ് ബ്ലസ് യു, ഗോഡ് ലവ്സ് യു എന്നോ ഏതാണ്ട് പറഞ്ഞപ്പോ അവർക്ക് ഷോക്കായി പോയി. അവര് വല്ലാതെ ചമ്മി പോയിക്കാണ്. അങ്ങനെയൊക്കെ അവര് ഭയങ്കര വിരോധമായിട്ട് എങ്ങനെങ്കിലും ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണം. പക്ഷെ അവര് അവര് നനയ്ക്കാത്ത സമയത്തൊക്കെ വന്ന് അറസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിൽ പോലും ആ സമയത്ത് വേറെ ഒരു മീറ്റിങ്ങിനായിട്ട് മധുരയിൽ പോയ സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനൊന്നും ദൈവം അനുവദിച്ചില്ല. എന്നാൽ കോടതി കയറ്റാനും 10 വർഷം ഇതിന് പിന്നാലെ, അതുപോലെ എത്രയോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഉപയോഗിക്കേണ്ട സഹോദരനെ 10 വർഷം ഇതിന്റെ പിന്നാലെയൊക്കെ നടത്തുകയെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അത് അനുവദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മളും ഇതുപോലെയൊക്കെയുള്ള പല അഡ്വേഴ്സിറ്റീസിലൂടെയൊക്കെ ഇനിയിപ്പോ അന്ത്യകാലങ്ങളൊക്കെ അടുത്ത് വരുമ്പം, ഇത് ക്രിസ്തുവിന്റെ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങ് കലങ്ങി മറിയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൂടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പല ഞാൻ സ്ത്രീകളെയൊക്കെ ചെറിയ വീട്ടു തടങ്കില്, ചെറിയ കോടതി മുറിയല്ല, എന്നാൽ വീട്ടിലെ ചില ക്രോസ് വിസ്താരങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഒരു ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ദൈവം തന്നു വിട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എത്രയോ പേര് നമ്മള് റിച്ചാർഡ് ബുംബ്രാഡ് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യന് അവിടെ റൊമേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് വർഷങ്ങളോളം 14 വർഷവും മറ്റും ജയിലിന്റെ ഇരുണ്ട മുറിയിൽ കഴിയേണ്ടതായിട്ട് വന്നതായിട്ടും, അങ്ങനെയൊക്കെയുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അതുപോലെയൊക്കെയുള്ള പീഡനങ്ങളും, റഷ്യയിലും ചൈനയിലും ഒക്കെയുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ പുറലോകം അറിയാത്ത നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതുപോലെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ രക്ഷാനായകനായിട്ടുള്ള കർത്താവിനെ അനേക കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. എന്ന് വെച്ചാല് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തണം. അപ്പം കർത്താവ് രക്ഷാനായകനായിട്ട് ക്യാപ്റ്റൻ ആദ്യം
ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കഷ്ടങ്ങളിലൂടെ ദൈവം നടത്തി വിടുമ്പോ എന്തിനാന്ന് ചോദിച്ചാല് നമ്മളുടെ പിന്നാലെ വരുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മളൊരു മാതൃകയാവാൻ വേണ്ടി. അപ്പൊ ഇന്ന് പല ഇതുപോലെ എതിർപ്പൊക്കെ നേരിടുന്ന ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ള ചിലരൊക്കെ വിളിച്ച് ആലോചനയൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ അതിനോട് അതായത് എന്നെ ഇതിലൂടെയൊക്കെ നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാക്ഷിയൊക്കെ ചിലപ്പോൾ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെയ്ത്തിലേക്ക് വരുന്ന പെൺകൊച്ചുങ്ങളെയൊക്കെ ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ചേർച്ചസിൽ തന്നെ പല സൗരങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിച്ച് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കണേ എന്നൊക്കെ പറയും. ചിലപ്പോൾ സ്ത്രീകളോടൊക്കെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കും. എന്നുവെച്ചാല് യുനോ നമ്മളെ എന്തിനു വേണ്ടി ദൈവം പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ രക്ഷാനായകൻ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി അവിടെ എല്ലാത്തിലൂടെ കടന്നുപോയി. നമ്മളാരും അത്രയും പോകേണ്ടി വരത്തില്ല എന്ന് അതിൽ കുറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ആയിരിക്കും ദൈവം നമ്മളെ കടത്തിവിടുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ പുറകെ വരുന്ന വേറെ പലർക്കും ഒരു മാതൃകയാവാനും ഒരു വെല്ലുവിളിയാകാനും അവർക്കൊരു ആശ്വാസത്തിന് നമ്മളെ ലക്ഷങ്ങളിലൂടെ കടന്നുപോയപ്പം എങ്ങനെ ദൈവത്തിന് ആശ്വാസം പ്രാപിച്ചോ ആ ആശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനെന്ന് എവിടെ പറയുന്നത് 2 കൊരിന്ത്യർ 1 3-4 വാക്യങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 1 വാക്യങ്ങളിൽ നമ്മൾ അതാ വായിക്കുന്ന സർവ്വ ആശ്വാസത്തിന്റെയും ദൈവം ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ് നമ്മളെ ഏതൊരു ആശ്വാസം കൊണ്ടാണോ നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ആ ആശ്വാസം കൊണ്ടാണ് നമ്മൾ പിന്നീട് അനേകരെ ആശ്വസിപ്പിക്കേണ്ടത്. അവിടെ ആ 2 കൊരിന്ത്യർ 1:3-4 ഞാനിപ്പം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം ഞാനങ്ങ് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 1-ാധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യത്തില് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. അപ്പം യേശു കർത്താവ് മാത്രമല്ല, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ എന്നെ അനുഗമിക്കുമെന്ന് 1 കൊരിന്ത്യർ 11:1 ഫിലിപ്പിയർ 3:17 ഒക്കെ പറഞ്ഞ ആ പൗലോസ് അപ്പോസ്തലനും ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. എല്ലാ അപ്പോസ്തലന്മാരും ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ആദിമ നൂറ്റാണ്ടിലെ ശിഷ്യന്മാരെല്ലാം അതുപോലെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പെരുകുന്നതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്തും കൂടെ വരും, ആശ്വാസവും കൂടെ വരും. അതായത് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് വാങ്ങിക്കാൻ ഇപ്പൊ ഞാന് അർപ്പിതേ ജോസിനെ എന്തെങ്കിലും ഇപ്പൊ അവര് കടയിൽ പറഞ്ഞു വിടാനൊന്നും ആയിട്ടില്ല, ഇന്ന് നാളെ എന്തെങ്കിലും കടയിൽ പറഞ്ഞു വിടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കാശ് തന്നു വിടും എന്ന് പറയുന്നത് പോലെ ഇപ്പം 100 രൂപയുടെ കാര്യം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുമെങ്കിൽ 100 രൂപ തന്നു വിട്ടാൽ മതി. പക്ഷെ 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണമെങ്കിൽ ഞാൻ 100 രൂപ തന്നു വിട്ടാൽ തികയുമോ? ഇല്ല. 1000 രൂപ തന്നു വിട്ടാലേ 1000 റുപ്പീസ് തന്നാല് തികയത്തുള്ളൂ. അല്ലെങ്കിൽ അച്ഛന് അറിഞ്ഞോട്ടെ 100 രൂപയെ കൊണ്ട് എന്താ ആവാൻ, ഇവിടെ 1000 രൂപയുടെ വാങ്ങിക്കാനല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ, ചിലപ്പോൾ രോഗാവസ്ഥയിലൂടെ ആയിരിക്കാം, ചിലപ്പോ പല ഞെരുക്കങ്ങളിലൂടെ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ചില ഞെരുക്കങ്ങളിലൂടെ ഒക്കെ ആയിരിക്കാം, പല വേദനകളിലൂടെ ആയിരിക്കാം. അതിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ദൈവം എന്തും തരാൻ മതിയാവുന്ന, ദൈവം ആശ്വാസവും തരാൻ മതിയാവുന്ന, നമ്മളങ്ങ് റിസീവ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ജസ്റ്റ് ആസ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് ആർ അവേഴ്സ് ഇൻ അബണ്ടൻസ് സോ ഓൾസോ കംഫർട്ട് ഇസ് അബണ്ടന്റ് ത്രൂ ക്രൈസ്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നതാണ്. ആദ്യത്തെ ആ 7 വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ ആ കംഫർട്ട് എന്നുള്ള വാക്ക്, പരാക്ലിസിസ് എന്നുള്ള ആ വാക്ക് 10 തവണ അവിടെ ആ വാക്ക് പരാക്ലിസിസ്, ആശ്വാസം എന്നുള്ള വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ പരാക്ലിസിസ് എന്നതാണ് പരാക്ലിറ്റാസ് ആണ് ആശ്വാസദായകൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ അല്ലെങ്കിൽ സഹായകൻ എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പേരായിട്ട് കർത്താവ് യോഹന്നാൻ 14-ലും 15-ലും 16-ലും ഒക്കെ കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ മറ്റൊരു സഹായകൻ, കർത്താവ് ആദ്യത്തെ സഹായകനായിട്ട് മറ്റൊരു സഹായകനായിട്ടുള്ള പരിശുദ്ധാത്മാവിലൂടെ വരുന്ന ആ ഒരു കംഫർട്ട്, അത് നമ്മളുടെ ഓരോ കഷ്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എബണ്ടന്റ് ആയിട്ട് തരുന്നൊരു ദൈവം. അപ്പം ഇവിടെ യേശുവിനെ പിടിക്കാൻ വേണ്ടി ഇത്രയും ചേവകരുമൊക്കെ വന്നു. അവര് ആദ്യം മറിഞ്ഞടിച്ച് വീണു, പിന്നെ കർത്താവ് പറഞ്ഞ് എന്നെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പത്രോസ് അപ്പത്തേക്കും ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, യൂദാസിനെ ഓങ്ങി എന്ന മൽക്കോസ് 10-ാമത്തെ വാക്യത്തിൽ മൽക്കോസിന്റെ ചെവിയാ പോയത്, കർത്താവ് ഹീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നാസിന്റെ അവിടെ അവർ അറസ്റ്റ് ചെയ്ത് കർത്താവിനെ കെട്ടിക്കൊണ്ടു പോയതായിട്ടുള്ള ഒരു കാര്യം നമ്മളവിടെ ബന്ധനസ്ഥനായിട്ട് കർത്താവിനെ കൊണ്ടുപോയതായിട്ട് 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ആ കെട്ട് അഴിക്കാന് അന്നാസ് കെട്ട് കുറച്ചുകൂടെ മുറുക്കെ കെട്ടാൻ പറഞ്ഞു കാണും. അതുപോലത്തെ ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു അന്നാസും കയ്യഫാവും ഒക്കെ. അന്നാസിന്റെ മരുമകനായിരുന്നു കയ്യഫാവ്. അന്നാസ് AD 6 മുതൽ 15 വരെയൊക്കെ അവിടുത്തെ മഹാപുരോഹിതനായിരുന്നു. എന്നാൽ റോമൻ ഗവൺമെന്റുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ നിമിത്തം ഒരു വലേറിയസ്
ഗ്രാറ്റസ് എന്ന് പറഞ്ഞൊരു റോമൻ ഗവർണർ ഈ അന്നാസിനെ അങ്ങ് ഹൈ പ്രീസ്റ്റ്ഷിപ്പ് ചെയ്യുന്ന ഈ ഒരു മഹാപുരോഹിതന്റെ ആ ചുമതലയിൽ നിന്ന് അങ്ങ് മാറ്റി. ശരിക്കും അവര് ആജീവനാന്ത മഹാപുരോഹിതനാവേണ്ടതാ എന്ന റോമൻ ഗവൺമെന്റുള്ള അസ്വാരസ്യ നിമിത്തം അങ്ങനെയൊക്കെ ആ മഹാപുരോഹിത സ്ഥാനത്തേക്കൊക്കെ മഹാപുരോഹിത സ്ഥാനത്തു നിന്ന് മാറ്റി ഈ മഹാപുരോഹിതന്റെ സ്ഥാനത്ത് നിന്ന് അന്നാസിനെ മാറ്റി. അതിനുശേഷം പിന്നെ AD 18 ആയപ്പോഴത്തേക്ക് അന്നാസിന്റെ മരുമകൻ തന്നെ ആയിട്ടുള്ള കയ്യഫാവിന് ആ മഹാപുരോഹിതന്റെ സ്ഥാനം കിട്ടി. അപ്പൊ ആദ്യം അവർ അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആദ്യം തലതൊട്ടപ്പന്റെ അടുത്തേക്ക് ഇവരുടെ ഇതിന്റെ എല്ലാം ആദ്യത്തെ ഒരു ബുദ്ധി കേന്ദ്രമായിട്ടുള്ള അന്നാസിന്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി. അത് സ്പെസിഫിക് ആയിട്ട് യോഹന്നാൻ അത് എടുത്ത് പറയുക, കെട്ടപ്പെട്ടവനായിട്ട് കയ്യഫാന്റെ അടുത്തേക്ക്. നമ്മളെ കർത്താവ് എന്തിനു വേണ്ടിയാ കെട്ടപ്പെട്ടവനായെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചിന്തിക്കുമായിരുന്നു. നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാ. നമ്മൾ ഇന്ന് ഏതെങ്കിലും കാര്യങ്ങളാൽ ഏതെങ്കിലും പാപത്താല് കെട്ടപ്പെട്ടവരായിട്ട് ഇരിക്കുവാണെങ്കിൽ കർത്താവ് ആയതിന്റെ പൂർണ്ണ പ്രതിഫലം നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ളത്. നമ്മള് എല്ലാത്തിലും മനുഷ്യമാനത ഇടുന്നതിൽ നിന്നും, ജഡികമായിട്ടുള്ള പാപങ്ങളിൽ നിന്ന്, കോപത്തിൽ നിന്ന്, മോഹത്തിൽ നിന്ന്, ആകുല ചിന്തകളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും വിടുവിക്കപ്പെടണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാത്തിലും നമ്മൾ വളരെ ഫ്രീ ആയിട്ട്, ഒരു ഫ്രീ ബേർഡായിട്ട് കഴുകന്മാരെ പോലെ ചെറുകടിച്ച് പറന്നു തീരണം. യെശയ്യാവ് 40:31 വായിക്കുന്നത് പോലെ നമ്മൾ അതുപോലെ വലിയൊരു ഫ്രീഡം ഉള്ള, അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ആരെങ്കിലും എന്തെങ്കിലും നമ്മളോടൊന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ അങ്ങ് ഡിപ്രസ്ഡ് ആവുന്നു, ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് സന്തോഷിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പല ബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യമാനത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെയോ നമ്മളുടേതായ പല ബന്ധനങ്ങളിൽ കഴിയാനല്ല, മറിച്ച് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വളരെ സന്തോഷത്തോടെ കർത്താവ് ഞാൻ അങ്ങയുടേതാണ് ലോഡ്, അവിടെ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. ഇനിയിപ്പോ ഞാൻ വീണ്ടും മനുഷ്യന്റെ അടിമനുഖത്തിന്റെ കീഴിലാവത്തില്ല. നമ്മള് ഗലാത്യർ 5:1 വായിക്കുന്നത് പോലെ കർത്താവ് സ്വാതന്ത്ര്യത്തിനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഇനി നമ്മൾ അടിമനുഖത്തിലേക്ക് കയറി പോകരുതെന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം കർത്താവ് കെട്ടപ്പെട്ടവനായി ഞാനും വിടുവിക്കപ്പെടാൻ വേണ്ടി എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അന്നാസിന്റെ കോർട്ടിലേക്ക്, നടുമുറ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് യോഹന്നാൻ പത്രോസിനെയും കൂടെ റെക്കമെൻഡ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവന്നേ. അപ്പോഴത്തേക്കും അവിടെ പത്രോസ് ഇടയ്ക്ക് വാതിൽക്കാവൽക്കാരിയായിരുന്ന അടിമ പെൺകുട്ടി ചോദിക്കുന്നതും പത്രോസ് തള്ളി പറയുന്നതും ഒക്കെ നമ്മൾ വായിച്ചു. അവിടെ ഒരു ചാർക്കോൾ ഫയറിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മളത് കണ്ടായിരുന്നു. ആ 18-ാമത്തെ വാക്യം യോഹന്നാൻ 18:18 അവിടെ ഒരു ചാർക്കോൾ ഫയർ, തീക്കനൽ, കൽക്കരി കൊണ്ടുള്ള ഒരു ഫയർ. അതേപോലെ യോഹന്നാൻ 18:18 ഈ അന്ത്രാക്കിയ എന്നുള്ള ചാർക്കോൾ എന്നുള്ള ആ വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ചാർക്കോൾ എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 21:9 വാക്യത്തില. ഈ ചാർക്കോൾ ഫയറിനൊക്കെ അതിൻ്റെതായ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പൊ ഈ ചാർക്കോളിന്റെ ചാർക്കോൾ ഫയർ, എന്താ പറയുക, ആ തീക്കനലിൻ്റെതായ ആ കൽക്കരിയുടെ ആ തീക്കനലിൻ്റെതായ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആ ഒരു അന്തരീക്ഷത്തിലാണ് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞിരുന്ന. അതുപോലൊരു തീക്കനല് കർത്താവ് യോഹന്നാൻ 21 സ്വർഗത്തിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് മൂന്നാമതായിട്ട് പ്രത്യക്ഷപ്പെടുമ്പം അവിടെ അതുപോലൊരു തീക്കനല് കൂട്ടി. അപ്പൊ പത്രോസ് ആ തീക്കനലിന്റെ സ്മെല്ല് കിട്ടിയപ്പോഴത്തേക്കും ആ കടലിൽ നിന്ന് വന്ന് കരയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ തീക്കനല് കാണുമ്പോഴത്തേക്കും കർത്താവ് എന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടി വിളിച്ച അന്നത്തെ തീക്കനലിലേക്ക് കർത്താവിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്മെല്ല് കിട്ടിയപ്പോഴത്തേക്കും, ആ തീക്കനല് കാണുന്നതിന് മുമ്പ് ആ സ്മെല്ല് കിട്ടിയപ്പോഴത്തേക്കും പത്രോസ് വിചാരിച്ചതാണ് എനിക്കിന്ന് അടി ഉറപ്പാ. പിള്ളേര് അച്ഛൻ വന്നു, ഇനിയിപ്പം ഇന്ന് നമ്മള് കുരുത്തക്കേട് കാണിച്ചു, ഇന്നെന്തായാലും നല്ല വഴക്ക് കിട്ടും എന്ന് പറയുന്നത്. എന്ന് കർത്താവ് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, കമ്മാൻ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. യോഹന്നാൻ 21:12 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വചനം വേണമെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 21:12 വാക്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എമ്പൊക്കെ വിട്ടപ്പോഴത്തേക്കും പത്രോസിനോട് പിന്നെ ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നോട് എനിക്ക് പ്രിയമെങ്കിലും ഉണ്ടോ എന്നൊക്കെ 3 തവണ തള്ളിപ്പറഞ്ഞ അതേ കൽക്കരി കനലിന്റെ മുമ്പിൽ വെച്ച് അതുപോലെ ഒരു കൽക്കരി കനൽ കർത്താവ് തന്നെ കൂട്ടി. മറ്റേത് ദുഷ്ടന്മാര് കൂട്ടിയതാണെങ്കിൽ ഇത് കർത്താവ് തന്നെ കൂട്ടി. വീണ്ടും പത്രോസിന്റെ ജീവിതത്തില് പത്രോസ് എവിടെയൊക്കെ ഈ കൽക്കരി കനലൊക്കെ കാണുമോ അവിടെ എല്ലാം താൻ തള്ളിപ്പറഞ്ഞത് പത്രോസ് ഓർക്കുന്നുണ്ട്. പക്ഷേ തന്റെ മുമ്പിലത്തെ പാപത്തെ മറക്കുന്നവരെ പോലെ ഹ്രസ്വദൃഷ്ടിയുള്ളവരാകുന്ന ഇതേ പത്രോസ് തന്നെയാണ് 2 പത്രോസ് 1:9 എഴുതി വെച്ചേക്കുന്നത്. അപ്പം മുമ്പിലത്തെ പാപത്തെ ഓർക്കണമെന്ന് എഴുതിയില്ല, പാപത്തിന്റെ ശുദ്ധീകരണം മറന്നു പോകരുതെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പാപത്തെ പത്രോസ് ഓർക്കുന്നില്ല. എന്നാൽ ആ കൽക്കരി കനൽ കാണുമ്പോൾ താൻ തള്ളി പറഞ്ഞു എന്ന അതേപോലെ കൽക്കരി കനലില് കർത്താവ് എന്നെ
റെസ്റ്റോർ ചെയ്തു, കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി, ആ പാപത്തിന് ശുദ്ധീകരണം വരുത്തി. ആ ആ ആ ഒരു നന്ദിയോടെ ഓരോ തവണ ഈ കൽക്കരിയുടെ സ്മെല്ല് കിട്ടുമ്പോഴോ ഇതുപോലെ തീയൊക്കെ കാണുമ്പോഴോ ഒക്കെ ഞാൻ തള്ളിപ്പറഞ്ഞവനാ എന്നാ എന്നോട് കർത്താവിനെ ക്ഷമിച്ചു. നമ്മൾ ആ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കാത്തവരായിട്ട് നമ്മൾ എന്തെല്ലാം വീഴ്ചകളിലും താഴ്ചകളിലും ഒക്കെ നമ്മളായിരുന്നു എന്ന അവിടെയൊക്കെ കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ വീണ്ടും നമുക്ക് അതേ പാപത്തെ ജയിക്കാനായിട്ട് പല അവസരങ്ങളെ തന്നു. കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ആ ഒരു കർത്താവിന്റെ സ്നേഹമൊക്കെ ആ കൽക്കരിക്കനല് ആ തീക്കനെ നമ്മളെ ഓർമ്മിപ്പിക്കും. അതാ കഴിഞ്ഞ ദിവസം EPPF ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഇതെല്ലാം കൂടെ ചേർത്ത് പറയാൻ ദൈവം ഒരു അവസരം തന്നു. അപ്പം അതിന്റെ ഹെഡിങ് ഇങ്ങനെ ആയിട്ട് സങ്കടത്തീക്കനലിലും നമ്മെ സന്തോഷപൂർണരാക്കുന്ന കർത്താവിന്റെ മുഖശോഭയെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി തീക്കനൽ കൂട്ടി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് നമ്മളെ സന്തോഷപൂർണ്ണരാക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ ഇടയ്ക്ക് അന്നാസ് ചോദിക്കുന്നുണ്ട് ഈ കർത്താവിന്റെ ഉപദേശത്തെക്കുറിച്ചും ശിഷ്യന്മാരെ കുറിച്ചും ചോദിക്കുന്നു. ശിഷ്യന്മാരെ കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും 19-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്ന് കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് ഒന്നും വിട്ടു പറയുന്നില്ല. ഉപദേശത്തെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ, എല്ലായിടത്തും ഞാൻ പരസ്യമായിട്ടല്ലേ ഉപദേശിച്ചേ. അപ്പോഴത്തേക്ക് ഒരാളെ നിന്ന് അടിച്ചു. അവിടെ കർത്താവ് വളരെ മൃദുവായിട്ട് കർത്താവ് മൃദുവായിട്ടാ പറഞ്ഞെന്നുള്ള കാര്യം നമ്മൾ സദൃശവാക്യം 15-1 കണ്ടു. കർത്താവ് വചനം ജഡമായി തീർന്ന ആ കർത്താവ് നമുക്ക് ആ ഒരു 23-ാമത്തെ വാക്യം നമുക്ക് പല രീതിയിൽ വായിക്കാം. വളരെ രോഷത്തോടെ, ദേഷ്യത്തോടെ, ഇറിറ്റേഷനോടെ എന്തോ പറഞ്ഞതായിട്ട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക എന്ന കർത്താവ് അങ്ങനെ ഒരിക്കലും സംസാരിക്കത്തില്ല. കർത്താവ് താഴ്മയും സൗമ്യതയുള്ള ഒരു കർത്താവ്, ഗർഹിഷ്ഠത്തോടെ കർത്താവിന് പറയാൻ അറിയാം. എങ്കിലും കർത്താവ് അവിടെ തന്നെ അടിക്കുന്നവരോട് കർത്താവ് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുത്തു, അല്ലെങ്കിൽ എന്നെ തല്ലുന്ന എന്തിനാ എന്ന് പറഞ്ഞ് അന്ന് വീണ്ടും ഹന്നാബ് അവനെ കെട്ടപ്പെട്ടവനായിട്ട് മഹാപുരോഹിതനായി. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ഈ രാത്രിക്കുള്ളിൽ തെളിവുണ്ടാക്കണം. അപ്പൊ ആദ്യം കൂടുതൽ ബുദ്ധിയുള്ള ഹന്നാവിന്റെ അടുത്തേക്ക്, ഹന്നാവിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്കാരെ എങ്ങനെ കുരുക്കണമെന്നുള്ള. അപ്പൊ ഈ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ക്രൂശിക്കണം. പുരുഷാരമൊക്കെ എല്ലാം അറിഞ്ഞൊക്കെ വരുന്നതിന് മുമ്പേ അങ്ങനെ ക്രൂശിക്കണം. രാത്രി അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 9 മണി ആകുമ്പോഴത്തേക്കും ക്രൂശി കയറ്റണം. അപ്പൊ അതിനു മുമ്പേ അപ്പം ക്രൂശിസ്താരമൊക്കെ പകൽ സമയത്ത് നടത്തണമെന്ന യഥാർത്ഥത്തിലെ യഹൂദന്മാരുടെ ചട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കാറ്റിപ്പുറത്തി രാത്രി തന്നെ, അർദ്ധരാത്രി തന്നെ അവർ ഭയങ്കര എമർജൻസി മീറ്റിംഗ്, എന്തോ ആരാണ്ട് ജീവൻ പോകുന്ന കാര്യം പോലെ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അർദ്ധരാത്രി വന്ന് ഇതൊക്കെ അറസ്റ്റ് ചെയ്ത് ഹന്നാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യം ചെയ്തിട്ടൊന്നും എന്താ ഒരു തെളിവൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വേണമല്ലോ ഇവര് റോമൻ ഗവർണറിന്റെ അടുത്തേക്ക്, പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചോദിച്ചു നോക്കി. പക്ഷേ ഒന്നും വലുതായിട്ടൊന്നും കർത്താവ് വളരെ ജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കും പിന്നെ ഹന്നാവ് പറഞ്ഞു ഇവനെ ഇതേപോലെ കിട്ടി അങ്ങ് അങ്ങോട്ടും കയ്യഫന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയിക്കൂ. 24-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് കയ്യഫാവിന്റെ അടുക്കല് പോകുന്ന അവിടെയും ശിമോൻ പത്രോസ് വീണ്ടും തള്ളി പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്. ശിമോൻ പത്രോസ് 25-ാമത്തെ വാക്യത്തില് ശിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരെ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. വീണ്ടും അവന് അപ്പോഴൊന്നും കർത്താവ് നീ 3 തവണ തള്ളി പറയുന്ന കാര്യമൊന്നും കത്തുന്നേ ഇല്ല ആശാന്. 26-ാമത്തെ വാക്യം മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതർത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, അതായത് ഈ മൽക്കോസ് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ വായിച്ച ആ മൽക്കോസിന്റെ ഒരു ബന്ധു ആയിട്ടുള്ള ഒരാള് ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ? ആ തോട്ടത്തിൽ മൽക്കോസിന്റെ ചർച്ചക്കാരൻ. അപ്പം മൽക്കോസിന്റെ കൂടെ അവനും ഉണ്ടായിരുന്നു അവിടെ തോട്ടത്തില്. കാതൊക്കെ അറുത്തു ഇവൻ തന്നെ പത്രോസ്. അപ്പൊ പത്രോസ് അത് എന്തായാലും ഈ കാതൊക്കെ അറുത്തോട്ട് കുറച്ചുകൂടെ നോട്ട വിട്ട് വെച്ച്. അതുകൊണ്ട് പത്രോസ് ബാക്കി എല്ലാ യഹൂദന്മാരൊക്കെ എല്ലാവരും ഇങ്ങനെ താടി വെച്ച് ഒരേപോലുള്ള വേഷവിധാനമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല. എല്ലാവരും സാധാരണ പോലുള്ള വേഷം. യോഹന്നാനും ഒക്കെ അതുപോലെ ഉണ്ട്. പക്ഷെ പത്രോസിന് പെട്ടെന്ന് ഈ കാതൊക്കെ അറുത്തോണ്ട് പത്രോസിന് കൂടുതൽ വിനയായി. അവന്റെ മുഖം ഒന്നുകൂടെയൊക്കെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചു. ഇന്നത്തെ ആണെങ്കിൽ കുറച്ചൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേനെ. അന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെ ഓർത്ത് വെച്ച് ഈ കാതർത്ത് ഇവനെ എവിടെ കണ്ടാലും നമുക്ക് വിടരുത്. അപ്പത്തേക്കും പത്രോസ് എല്ലാം ഓടിപ്പോയെന്നാ നമ്മളവിടെ വായിക്കുന്നേ ലൂക്കോസ് 22-ലൊക്കെ. എന്നാൽ അപ്പം ഈ പത്രോസിന് മുഖം കണ്ടപ്പോഴത്തേക്കും ഈ കാതർത്ത് നീ അല്ലേ? അപ്പൊ പത്രോസിന് മനസ്സിലായി ഞാൻ അതേന്ന് പറഞ്ഞ ഇപ്പം എന്നെയും പിടിച്ച് ക്രൂശി കയറ്റാനുള്ള പുറപ്പാടായിരിക്കും. പത്രോസ് അപ്പാട് പേടിച്ച് പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. 27-ാമത്തെ വാക്യം ഉടനെ കോഴി കൂവി. 28-ാമത്തെ വാക്യത്തില് പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന്
ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. പ്രറ്റോറിയം, അതായത് ഈ പിലാത്തോസ് അവിടെ റോമൻ ഗവർണറായിട്ടിരിക്കും. അവന്റെ റെസിഡൻസിന് പറയുന്ന ആ ആസ്ഥാന മന്ദിരത്തിന് പറയുന്ന പേര് പ്രറ്റോറിയ അല്ലെങ്കിൽ ആസ്ഥാനം. അവിടേക്ക് കൊണ്ടുപോയി. അതിന്റെ ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്, വളരെ വിരോധാഭാസം, വളരെ നമുക്ക് ഇങ്ങനെ ചിരി വരുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കുവാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അപ്പൊ ഇത് കേട്ടാ തോന്നി ഇവർ ഏതാണ്ട് ഭയങ്കര ശുദ്ധന്മാരാണ്. ഇവര് ദൈവപുത്രനെ ക്രൂശിക്കാൻ പോകുന്ന ഏറ്റവും കൊടും പാപം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അവർക്ക് അവരുടെ പാപത്തിന്റെ ഒരു രാജന പോലും ഇല്ല. അവരുടെ ഇങ്ങനെ അവര് എത്ര വലിയ ഏറ്റവും ഇങ്ങനെ പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും നീചമായിട്ടുള്ള പാപമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധവും ഇല്ല അവർക്ക്. പക്ഷെ തങ്ങളുടെ മതപരമായിട്ടുള്ള മതഭക്തിയിൽ അവര് വളരെ ശുദ്ധരായിട്ട്, ചിലരാണെങ്കിൽ എന്തിനാ പറഞ്ഞേ, ഈ ഓരോരുത്തര് കള്ളപ്പണവും ബാക്കി ഒരുപാട് കട്ടെടുത്തതിന്റെ പണമൊക്കെ അതൊക്കെ അതിന് ഒരു പോർഷൻ അവിടെ ദേവാലയത്തിൽ കൊണ്ടിടാം, എന്താ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ എന്തെല്ലാം അതുപോലെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ജാതീയനായിട്ടുള്ള യഹൂദനല്ലാത്ത പിലാത്തോസിന്റെ ആസ്ഥാനത്തേക്ക് കടന്നാല് തങ്ങള് വലിയ വിശുദ്ധന്മാരായ യഹൂദന്മാരല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ പിറ്റേ ദിവസം പെസഹയ. അപ്പം പെസഹ കഴിക്കുവാന് ഇനിയിപ്പം ഈ ജാതീയനായിട്ടുള്ള റോമൻ ഗവർണറിന്റെ ആസ്ഥാനത്ത് കിടന്നാല് തങ്ങൾ അശുദ്ധരായി പോവും. അപ്പൊ ഇവരുടെ ആ ശുദ്ധിയെ കുറിച്ചുള്ള അവരുടെ ആ ഒരു ബോധ്യം. അപ്പൊ ഇന്ന് തന്നെ ദൈവത്തിനെന്ന വണ്ണം ആൾക്കാരെന്താ ജിഹാദും അതുപോലെയുള്ള കൊലയും ആൾക്കാരെ കൊലയ്ക്ക് കൊടുക്കും, എന്തെല്ലാം രീതിയിൽ അവരുടെ വിശ്വാസത്തിന് യോജിക്കാത്ത ആൾക്കാരെയൊക്കെ കൊലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാര് അവര് ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുവാണ്, അവരെന്തോ നരബലി ചെയ്യുവാണ്, അവര് ജിഹാദ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അവര് വലിയ പുണ്യകർമ്മം അവരുടെ ദേവന്മാർക്ക് വലിയൊരു യാഗം ചെയ്യുന്നത് പോലെ ഒക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുമ്പോൾ അവര് വിചാരിക്കുന്നത് അവര് ദൈവത്തിന് ഇത് യാഗം കഴിക്കുക എന്നുണ്ടെന്നില്ല. കർത്താവിനത് ഇതേ യോഹന്നാൻ 16 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 16:1 പറയുന്നുണ്ട്, 2-ാമത്തെ വാക്യത്തില്, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഇന്ന് ദൈവത്തിന് എന്തോ വലിയ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഇത്രമാത്രം അവർ ഒരു മനുഷ്യന് ഇത്രമാത്രം വഞ്ചിക്കപ്പെടാൻ ഒക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കുക എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ മക്കളെ അവര് പീഡിപ്പിക്കുന്നു, അവരെ പള്ളിഭ്രഷ്ടരാക്കുന്നു, അവർ ഉപദ്രവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള മതാന്ധത പിടിക്കുന്ന നമ്മൾ ശരിക്കും ഈ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ കൂടി വരുമ്പോൾ ആൾക്കാരെല്ലാം കൂടുതൽ അവെയർ ആവും. പക്ഷെ കാലം കഴിയുന്തോറും ഈ മതാന്ധതയും മതഭ്രാന്തവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒത്തിരി അങ്ങ് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പല അന്ധവിശ്വാസങ്ങളും പല അനാചാരങ്ങളും പലതരത്തിലുള്ള പല നരബലികളോ അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ പലതരത്തിലുള്ള തീവ്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പം ശരിക്കും എന്താ അവർ അശുദ്ധരാകാതെ വണ്ണം അവിടെ ആസ്ഥാനത്ത് പോലും കിടക്കുന്നില്ല. അത്രമാത്രം ശുദ്ധിയോടുകൂടി അവർ പോവുക. എന്നാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവപുത്രനായ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന കർത്താവിനെ അവർ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ അവിടെ വായിക്കുന്നത്. നമ്മള് പത്രോസ് തള്ളി പറയുന്ന രംഗം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചാല് അവിടെ ഇതേ കാര്യങ്ങള് മത്തായിയുടെ മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിലെ പത്രോസിന്റെ തള്ളി പറയുന്ന രംഗം നമ്മളൊന്ന് പെട്ടെന്ന് കാണുവാണെങ്കിൽ നമ്മള് കർത്താവ് നമുക്ക് 4 ഗോസ്പൽസ് തന്നത് നമ്മൾ മടിയന്മാരാകാതിരിക്കാൻ വേണ്ടിയാന്ന് സായിക്കളർ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാല് നമ്മൾ ഒരു ഗോസ്പൽ എല്ലാം വളരെ ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമാനുഗതമായിട്ട് എഴുതാനെങ്കിൽ അതൊരു സുഖമായിരുന്നു. ഇതിപ്പോ 4 എണ്ണത്തിൽ അതിന്റെ പല പല ആസ്പെക്ട്സ് കോംപ്ലിമെന്ററി ആയിട്ട് എഴുതി വെച്ചേക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ചുകൂടെ നല്ല പിക്ചർ കിട്ടണമെങ്കിൽ ദൈവം അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം അങ്ങനെ ചെയ്തു. ഇപ്പം മത്തായി 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ ആദ്യം നോക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ 53-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. ലഗ്യൂൺ സൈന്യത്തെയൊക്കെ 12 ലഗ്യൂൺ സൈന്യം, അതായത് 72,000 പേര്. ഇവര് 1000 പേര് 500,000 പേരെയും കൊണ്ട് റോമൻ പടയാളമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ 72,000-ത്തിലേറെ ദൂതന്മാരെ വിളിക്കാൻ എനിക്ക് ഏതാണ്ട് പാടുണ്ടോ എന്ന് കർത്താവ് അവിടെ മത്തായി 26-ന്റെ 53-ാമത്തെ വാക്യത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാം കർത്താവ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതുപോലെ തിരുവെഴുത്തുകൾ പൂർത്തിയാകണം, തിരുവെഴുത്തുകൾ നിവൃത്തിയാകണം. 54-ാമത്തെ വാക്യത്തിൽ 56-ാമത്തെ വാക്യത്തിലൊക്കെ എഴുത്തുകൾ നിവൃത്തിയാകാൻ വേണ്ടി അതല്ല കർത്താവിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ കർത്താവെ ആ ഒരു ദൈവവചനത്തിലെ പല പ്രോമിസസും പല വാഗ്ദത്തങ്ങളും പല കൽപ്പനകളും ഒക്കെ എനിക്ക് അനുസരിക്കാൻ തക്കവണ്ണം ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു സൗകര്യം പണ്ട് പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുന്ന ദൈവ ഒരു കൽപ്പന തേക്കുന്നത്. അപ്പൊ നമുക്ക് ശത്രുക്കളായിട്ട് നമ്മളാരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. പക്ഷെ നമ്മളെ ചിലര് ശത്രുക്കളായിട്ട് കാണുമ്പോൾ
ആ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന അനുസരിക്കണമെങ്കിൽ ചിലർ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തിരുവഴുത്തുകൾ നിവൃത്തിയാകുന്നതിന് വേണ്ടിയാ ദൈവം പല സാഹചര്യങ്ങളെ പല തരത്തിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം കർത്താവിനെ പറയും ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തിരുവഴുത്തുകൾ നിവൃത്തിയാകണം, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് തിരുവഴുത്തുകൾ നിവൃത്തിയാകണം എന്ന് കർത്താവ് വീണ്ടും വീണ്ടും 54-ലും 56-ലും ഒക്കെ പറഞ്ഞിട്ട് അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് യോഹന്നാൻ അപ്പോസ്തലനാ, യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതെന്ന് കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് മത്തായി അവിടെ മത്തായി അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 57-ാമത്തെ വാക്യത്തിൽ കയ്യഫാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ഒരു അകലം വിട്ട് ദൂരം വിട്ട് പിൻചെല്ലുന്ന പത്രോസിനെ നമ്മൾ അവിടെ 58-ാമത്തെ വാക്യത്തിൽ പത്രോസ് ദൂരവേ പിൻചെന്നതായിട്ട് മഹാപുരോഹിതന് അരമനയോളം പിൻചെന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ചെന്ന് നിന്ന കാര്യമാണ് യോഹന്നാൻ നമ്മൾ വായിച്ച ഇവിടെ ഇദ്ദേഹം ആശാൻ ചെന്ന് ഇരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ 58. ആദ്യം നമ്മൾ അതിലേക്കൂടെ നടക്കും, പിന്നെ നിൽക്കും, പിന്നെ ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കുകയും കൂടെ ചെയ്യും. അതേ വഴി പോയാല് അത് നമ്മളവിടെ കിടക്കുന്ന കാര്യം സങ്കീർത്തനം 1 നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും വായിക്കുന്നുണ്ട്, കിടക്കുന്ന കാര്യം വായിക്കുന്നില്ല. എന്നാൽ അതേ വഴി പോയാൽ അവിടെ തന്നെ പാപത്തിൽ തന്നെ ഉരുണ്ട് വീണ് കിടക്കുന്ന ഒരു തലത്തിലേക്ക് പോകും. അപ്പൊ ആ ഒരു ഡീഗ്രഡേഷൻ സങ്കീർത്തനം 1 നമ്മൾ വായിക്കുന്നില്ല. നമുക്ക് ആർക്കും പത്രോസിനെ കല്ലെറിയാൻ നമുക്ക് യാതൊരു അവകാശമില്ല. നമ്മൾ ഇതിനെക്കാട്ടിലും വലിയ കേമന്മാരാന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ജഡത്തെ നമുക്കറിയാം. പത്രോസിന്റെ ആ ഒരു നിസ്സഹാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. പത്രോസിന്റെ ആ ഒരു ചെറിയൊരു അഹങ്കാരത്തെയൊക്കെ ഒന്ന് ഉടച്ച് പത്രോസ് ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഏറ്റവും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ പിൻപറ്റിയ പത്രോസിനെ യാക്കോബും യോഹന്നാനും ആയിട്ട് പത്രോസിനെ അവിടെ ലീഡറായിട്ട് കർത്താവിനെ അവിടെ പെന്തക്കോസ്ത് നാളിൽ ഉപയോഗിക്കണമെങ്കിൽ പത്രോസിന് കൂടുതൽ ഒരു തകർച്ചയിലൂടെ കടന്നു വിട്ടാൽ അവന് കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ഈ ഒരു ചില വീഴ്ചകൾ പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ചു. അങ്ങനെങ്കിൽ അവൻ തകർക്കപ്പെട്ട് അവന്റെ ആ സ്വയബലത്തിൽ ചാരാതെ അവൻ അങ്ങ് നിസ്സഹായനായിട്ട് എപ്പോഴും താൻ ഒരു വീണ് വന്നവനാണെന്നുള്ളൊരു നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു നുറുക്കത്തിന്റെ പല വീഴ്ചകളുടെ അനുഭവത്തിലൂടെ നമ്മൾ ചില പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആരെയും കല്ലെറിയാൻ പറ്റത്തില്ല. നമുക്ക് അറിയാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എത്ര ബലഹീനമാണ്. ഓ കർത്താവേ, ഞാൻ അവിടുത്തെ കൃപയില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇതിനെക്കാട്ടി എത്രയോ ക്ഷേമമായിട്ട് ഞാൻ വീണേനെ എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാകുമ്പോൾ നമുക്ക് ആരുടെ മേലും വിരൽ ചൂണ്ടാനോ കല്ലെറിയാനോ ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ ഹോൾ കൗൺസിൽ ഈ അർദ്ധരാത്രിയില എന്താ 59-ാമത്തെ വാക്യം മത്തായി 26-ന്റെ 59 മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും ന്യായാധിപത സംഘം എന്ന് വെച്ചാൽ ഹോൾ കൗൺസിൽ അവരൊക്കെ ഉറക്ക വിളച്ച് എന്താ ആരാണ്ട് രക്ഷിക്കാൻ വേണ്ടിയാണോ ഇല്ല എങ്ങനെങ്കിലും കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവര് ഹോൾ കൗൺസിൽ ബാക്കിയുള്ള കൗൺസിലൊക്കെ ചിലപ്പോൾ അറ്റൻഡൻസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. ഈ കൗൺസിലിൽ അവർ അറ്റൻഡൻസ് അല്ല ഫുൾ അറ്റൻഡൻസ് ആയിരിക്കും. എല്ലാവരും ഹാജരായി പെട്ടെന്ന് തന്നെ എന്താ ന്യായാധിപ സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. അപ്പൊ കള്ളസാക്ഷികളെ വേണം. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും ഒന്നും കള്ളസാക്ഷികളല്ലേ, കള്ളം പറഞ്ഞു വരുമ്പോ സത്യം പറയുവാണെങ്കിൽ പിന്നെ നമ്മള് ഓർത്തിരുന്നില്ലേലും കുഴപ്പമില്ലെന്ന് പറയും. കള്ളം പറയുന്നവർക്ക് അത് ഓർത്തിരിക്കണം എപ്പോഴാ ഈ കള്ളം പറഞ്ഞ്, അതുകൊണ്ട് എന്താ ഈ പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കള്ളം പറയാൻ 9 കള്ളം പറയേണ്ടി വരും എന്ന് പറഞ്ഞാണെങ്കിൽ കള്ളസാക്ഷികൾ പലതും വന്നിട്ടും പറ്റിയില്ല. അവർ പയറ്റി നോക്കി ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നില്ല. 61-ാമത്തെ ഭാഗത്തിൽ ഒടുവിൽ 2 പേർ വന്നു, ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. നമ്മുടെ യോഹന്നാൻ 2-ാം അധ്യായത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. കർത്താവ് തന്റെ ശരീരത്തെക്കുറിച്ച് അത് പറഞ്ഞത് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം. എന്നാൽ ഈ ഭോഷന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊന്നും മനസ്സിലായില്ല. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? കയ്യഫാവാണ് ആള്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്താ എന്ന് ചോദിച്ചു. ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, എനിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ആൾക്കാരെ കൊണ്ട് അവര് കുറെ കാശൊക്കെ കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയും, ഇതൊക്കെ പറയുന്നത് കേട്ടില്ലേ, അവര് പറയുന്നു ഇവര് പറയുന്നു, നിനക്കൊന്നും പറയാനില്ലേ? എന്തെങ്കിലുമൊക്കെ കർത്താവിന്റെ വായിൽ നിന്ന് വീണിട്ട് വേണം അവരെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കുരുക്കിടാൻ. അപ്പം ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് 62-ാമത്തെ വാക്യം. യേശുവും മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? കുറച്ചുകൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് കർത്താവിന് ഉത്തരം പറയുന്നില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ആണോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. നീ യെസ് ഓർ നോ പറഞ്ഞു. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. ഓ, മഹാപുരോഹിതൻ വലിയ കാര്യത്തെ ആണയിട്ട് ചോദിക്കുക. അപ്പം കർത്താവ് യെസ് ഓർ നോ ചോദിച്ചപ്പോ കർത്താവ് അവിടെ എന്താ പറഞ്ഞത്? യെസ് ഐ ആം. അവിടെ ആ യെസ് ഐ ആം എന്നുള്ള വാക്കിലെല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ഈഗോ എമ്മി എന്നുള്ള വാക്കാ. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാകുന്നു എന്ന് പറയുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ സർവശക്തനായ ദൈവം തന്നെയാണ് താൻ എന്ന് കർത്താവ് അവിടെ പറയുക ചെയ്യുന്നത്. അതാ കർത്താവ് അതാ നമ്മളതിന്റെ 64-ാമത്തെ വാക്യത്തിൽ ഞാനാകുന്നു, യു ഹാവ് സെഡ് ഇറ്റ് യുവർ സെൽഫ് നെവർത്ത്ലെസ് ഐ ടെൽ യു എന്ന് പറഞ്ഞു. ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും
ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും, മനുഷ്യപുത്രൻ എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യപുത്രൻ എന്ന് കർത്താവ് പറയുന്നു. എന്ന ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ ഒരു ടൈറ്റില് ദാനിയേൽ 7:13 ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ ഒരു മെസ്സിഹയുടെ പല നാമധേയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ലോലിയായിട്ടുള്ള വളരെ താഴ്മയുള്ള ഒരു നാമധേയമാണ് മനുഷ്യപുത്രൻ എന്നുള്ളത്. എന്നാൽ ആ ടൈറ്റിലാണ് കർത്താവ് ചൂസ് ചെയ്തത് തന്നെ അഭിസംബോധന ചെയ്യാനായിട്ട്. അപ്പൊ ദാനിയേൽ 7:13 നമ്മൾ വായിച്ചാൽ, അതായത് മെസ്സിഹയെ കുറിച്ച് യഹൂദന്മാരെ ഒരു അഭിഷിക്തൻ വരാനുണ്ട്, ആ തങ്ങളെ രക്ഷിക്കാനായിട്ട്, യഹൂദന്മാരെ രക്ഷിക്കാനായിട്ട് ഒരു മസിഹ വരാനുണ്ട്, ആ മസിഹ മനുഷ്യപുത്രൻ എന്നാണ് ആ മസിഹയെ കുറിച്ച് ദാനിയേൽ 7:13 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം കർത്താവ് താനാണ് ആ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അയ്യോ പെട്ടെന്ന് 60 വാക്യം, 65 വാക്യം, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറരുതെന്നുള്ള ഒരു ന്യായപ്രമാണത്തില് നമ്മൾ ലേവ്യപുസ്തകം 21:10 വായിക്കുവാണെങ്കിൽ മഹാപുരോഹിതൻ, ഞാൻ ലേവ്യപുസ്തകം 21:10 പെട്ടെന്ന് പോവുകയാണെങ്കിൽ വെച്ചാല് എങ്ങനെങ്കിലും പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക് സീൻ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ മഹാപുരോഹിതന് വസ്ത്രം കീറരുതെന്നുള്ള ഒരു ന്യായപ്രമാണം ഉണ്ട്. ലേവ്യപുസ്തകം 21:10 വാക്യം വായിക്കുവാണെങ്കിൽ, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കുവാൻ പ്രതീക്ഷിക്കപ്പെട്ടവനുമായി നിന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി, അതായത് മഹാപുരോഹിതൻ പറഞ്ഞ ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ അത്രയും വലിയ യഹൂദ സമൂഹത്തിന്റെ ഒറ്റ തലവനായി മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ്, 21:10 ലേവ്യ പുസ്തകം 21:10 സഹോദരൻ മഹാപുരോഹിതനായത് തന്റെ തലമുടി പിച്ചിപ്പിറകുകയും വസ്ത്രം കീറുകയും അരുത്. അപ്പൊ മഹാപുരോഹിതൻ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യമാണ് തന്റെ വസ്ത്രം കീറുന്ന ഒരു കാര്യം. എന്നാ ഇവിടെ ഇത്രയും വലിയ ദൈവദൂഷണം എല്ലാവരും ഒന്ന് കണ്ടേ, എല്ലാവർക്കും പെട്ടെന്ന് ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചിലർ ഈ വീഡിയോ വൈറലാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെന്ന് സെൽഫി എടുത്ത് ഇങ്ങനെ കുളത്തിലൊക്കെ വീഴുന്നെന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചാലേ വീഡിയോ വൈറലാവത്തുള്ളൂ. അപ്പോഴത്തേക്ക് മഹാപുരം വസ്ത്രം കീറി. അപ്പോഴത്തേക്ക് മഹാപുരം വസ്ത്രം കീറിയോ, അപ്പൊ എല്ലാവരും കൂടെ ഭയങ്കര ഞങ്ങളുടെ നേതാവ് വസ്ത്രം കീറിയേ. അപ്പൊ അങ്ങനെ ഭയങ്കര സീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം, അത്രയേ ഉള്ളൂ. 65 അപ്പൊ തിരിച്ച് നമ്മൾ മത്തായി 26:65 വരുമ്പോൾ, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ഇനിയിപ്പോ സാക്ഷിയുടെ ആവശ്യമില്ല. അവര് സാക്ഷികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് നോക്കി, ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നും ഒത്തു വന്നില്ലേ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും, പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ മറിച്ച് പറയും. അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെ ഒന്നും സമയം പോകുന്നു. രാവിലത്തേക്ക് എല്ലാം റെഡിയാക്കി ഗവർണറിന്റെ ഈ റോമൻ ഗവൺമെന്റിന്റെ ഇവർക്ക് ക്രൂശിക്കാൻ പറ്റത്തില്ല. റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷയാണ് ഈ ക്രൂശ് മരണം. ഇവർക്ക് കല്ലെറിഞ്ഞ് കൊല്ലുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാ ഈ ന്യായപ്രമാണത്തിലുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ ഇത് റോമൻ ഗവൺമെന്റ് തന്നെ അങ്ങ് എടുത്തു ക്രൂശിച്ചു. അപ്പൊ ഏറ്റവും നീചമായിട്ടുള്ള, ഏറ്റവും നീചമായിട്ടുള്ള, ഏറ്റവും ഹീനമായിട്ടുള്ള ശിക്ഷ കിട്ടുകയും വേണം. അപ്പൊ അതിനു മുമ്പേ പിലാത്തോസിന്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി സമ്മതിപ്പിക്കുകയൊക്കെ വേണം, പിലാത്തോസിനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ സമയം പോകുന്നു എങ്ങനെങ്കിലുമൊക്കെ. അപ്പൊ കർത്താവിന്റെ ഇടയ്ക്ക് വീണ്ടും ഒന്ന് ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല, പിന്നെയും ചോദിച്ചു, ആണായിട്ട് ചോദിക്കുന്നതൊക്കെ പറഞ്ഞ് കർത്താവ് പറയേണ്ട സമയത്ത് പറഞ്ഞെന്ന് പറയുമ്പോ ഇങ്ങനെ കർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുമായിരുന്നില്ല. ഇങ്ങനെ ഓരോരുത്തർ നമ്മൾക്ക് എതിരായിട്ട് വന്ന് കച്ചകെട്ടി ഓരോന്ന് ചോദിക്കുമ്പോൾ മുമ്പേ പ്രതിവാദം പറയുവാൻ നിങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ആ നാഴികയില് നിങ്ങൾക്ക് പറയാനുള്ളത് നൽകപ്പെടുമെന്നുള്ളൊരു കാര്യം നമ്മളവിടെ ഇതേ മത്തായി 10:30 10:20 എനിക്ക് ഓർമ്മ. 10:20 മത്തായി 10:20 എന്താ പറയുന്നത്? പിതാവിന്റെ ആത്മാവ് പറയുന്നുള്ള, അതെ 10:20 ഇതേ മത്തായി 10:20 എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയാം. 10:19 വായിക്കുവാണേ, എങ്ങനെയോ എന്തോ പറയേണ്ടി എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ നാഴികയിൽ എന്താ വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്ന ആ നാഴിക പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്രദർ എന്താ ഇപ്പം ഉത്തരം പറയണ്ടേ, പെട്ടെന്ന് ഒരു വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൾ ചെയ്ത് എന്നുള്ള രീതിയിൽ ഇന്നത്തെ നമ്മുടെ മോഡേൺ യുഗത്തിൽ നിന്ന് ആ നാഴികയിൽ ലഭിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യം. അപ്പം 20ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്ര എന്ന് പറഞ്ഞാൽ നമ്മളല്ല അവിടെ പറയുന്നത്, പിതാവാ പറയുന്നത്. നമ്മള് പലപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഓർമ്മ കാണും. അതായത് ഒരു പയ്യന് 6ാം ക്ലാസ്സിൽ പഠിക്കുവാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ, നമ്മുടെ അർപ്പിത ജോസിന്റെ പ്രായം. അപ്പൊ 4ാം ക്ലാസ്സിൽ എന്തോ കുരുത്തക്കേട് കാണിച്ചു. നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളല്ലേ, കുരുത്തക്കേട് കാണിച്ചു, പപ്പയെ വിളിച്ചോണ്ട് വരണം, ഹെഡ് മാസ്റ്ററെ ചെന്ന് കാണണം. അപ്പൊ പിറ്റേ ദിവസം പയ്യൻ വലിയ കാര്യത്തിൽ ഹെഡ് മാസ്റ്ററെ കാണാൻ വേണ്ടി പപ്പയും വിളിച്ചോണ്ട് പോകും. അപ്പൊ എല്ലാവർക്കും ഇവനൊരു കൂസലും ഇല്ലല്ലോ,
നീ എന്ത് ഒരു കൂസലും ഇല്ലല്ലോ, ഹെഡ് മാസ്റ്റർ കാണാൻ പോകുന്ന അറിയത്തില്ലേ? അതിനിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ പപ്പ ഉത്തരം പറഞ്ഞോളും എന്ന് പറയുന്നത് പോലെ ആണ് ഇവിടെ കർത്താവ് ഇവിടെ മത്തായി 10:20 പറയുന്നത്. നിങ്ങളല്ല, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രയും. നമ്മളുടെ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ആകുലപ്പെടേണ്ട കാര്യമില്ല. ആ സമയത്ത് ദൈവം നമുക്കൊരു വാക്ക് ജ്ഞാനവും തരും. ആ പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധാത്മാവ് എത്രയെന്ന് പറഞ്ഞാൽ മതി. എന്ന് യേശു അവിടെ സ്പെസിഫിക് ആയിട്ട് പിതാവിന്റെ ആത്മാവ് എത്രയെന്ന് പറയുമ്പോൾ ആ ഒരു കുഞ്ഞിനെ തന്റെ പപ്പയിൽ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയധികം നമ്മളുടെ പിതാവായ ദൈവത്തില് ഒരു സമയത്ത് നമുക്ക് ആ ഒരു അട്ടറൻസ് തരാൻ ദൈവം അത്ര മതിയാവുന്നു. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും, നമ്മളെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം വലിയ ഒരു വിശ്വാസത്തിന്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലോ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഇപ്പം മേജിസ്ട്രേറ്റിനെ വേറെ എവിടെ ഓഫീസിലും കണ്ടുപോയി ഏതാണ്ട് ആധാർ കാർഡിന്റെ കാര്യം പറഞ്ഞതുപോലെ അതുപോലെയൊക്കെ ഉള്ള കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ജ്ഞാനത്തോട് ഉത്തരം പറയാൻ നമ്മൾ എന്താ ചെയ്താൽ മതി? നമ്മളൊരു നിർമ്മല മനസാക്ഷിയോടെ, നല്ല മനസാക്ഷിയോടെ, താഴ്മയോടെ, കർത്താവിനുള്ള ഒരു കണക്ഷനോടെ, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനായിട്ട് നമ്മൾ ആയിരുന്നാൽ മതി. ദൈവം നമുക്ക് ആ സമയത്ത് ഇതിനെക്കാട്ട് കുറച്ചുകൂടെ ഇവിടെ ആ പിതാവിന്റെ ആത്മാവ് അത്രേ പറയുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ മത്തായി 26 ലൂക്കോസ് 21:14-15 എനിക്ക് കാണപ്പാടമായിട്ടുള്ള വാക്യങ്ങൾ. എന്താ വെച്ചാൽ അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുകയും പലരോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലൂക്കോസ് 21:14-15 ഇതേ വാക്യങ്ങൾ തന്നെ പറയുന്നേ. അവിടെ 14-ാമത്തെ വാക്യം, ആകയാൽ പ്രതിപാദിക്കുക മുമ്പോട്ട് വിചാരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ, വിചാരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം പ്രിപ്പയർ ചെയ്യേണ്ട നല്ല കാര്യമല്ല പറയുന്നത്. ഇതുപോലുള്ള എതിരാളികൾ വരുമ്പോൾ സംസാരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയും 15-ാമത്തെ വാക്യത്തില്, നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുക്കുവാനോ എതിര് പറയുവാനോ നോ വൺ വിൽ ബി ഏബിൾ ടു റെസിസ്റ്റ് ഓർ റെഫ്യൂട്ട്, അവർക്കൊന്നും പറയാൻ തക്ക, അവരുടെ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള മറുപടി പറയുവാനും ദൈവം എന്താ നമുക്ക് വാക്കും ജ്ഞാനവും തരും. അതിൽ നിന്ന് സാക്ബേർ ഇങ്ങനെ പറഞ്ഞു എഴുതുന്നുണ്ട്, വാക്കെന്ന് പറയുമ്പോൾ എന്ത് വേർഡ്സാ ഉപയോഗിക്കണ്ടേ, അട്ടറൻസ് എന്ത് വാക്കുകളാണ് ഉപയോഗിക്കണ്ടേ, ജ്ഞാനം പറയുമ്പോൾ എന്ത് കണ്ടന്റാ പറയണ്ടേ, അതിന്റെ ആ എക്സാക്ട് വേർഡ്സും എക്സാക്ട് ആയിട്ടുള്ള കണ്ടന്റ് അത് ആ ഒരു സമയത്ത് മാത്രമല്ല, ഈവൻ വചനം സംസാരിക്കുന്ന സമയത്താവട്ടെ, നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന സമയത്താവട്ടെ, നമ്മൾ വേറെ പലയിടങ്ങളിലൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ ദൈവം തന്നെ ആ ഒരു വാക്ക് ജ്ഞാനവും തരുന്ന ഒരു കാര്യം. നമ്മൾ അവിടെ കർത്താവിനോട് കണക്റ്റഡ് ആയിട്ട് എംപ്റ്റി ആയിട്ട് കൊമ്പും മുന്തിരിയോട് വസിക്കുന്ന പോലെ ഇരുന്നാൽ മതി, ദൈവം തന്നെ നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെ കർത്താവ് അത് ആ ഒരു മനുഷ്യപുത്രന്റെ അത് നമ്മൾ തിരിച്ച് മത്തായി 26:64 വരുമ്പോൾ ആ ഒരു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം, അത് ദാനിയേൽ 7:13 പറയുന്ന ആ പ്രവചനം അത് തന്നെ കുറിച്ചാണ്, താനാണെന്ന് പറയുമ്പോഴത്തേക്കും മഹാപുരോഹിതൻ പെട്ടെന്ന് നാടകമൊക്കെ കളിച്ച് വസ്ത്രമൊക്കെ കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനിയിപ്പോ സാക്ഷികളെ കൊണ്ട് വിസ്തരിച്ചുകൊണ്ട് സമയം കളയണ്ട, നിങ്ങളിപ്പോ ദൈവദൂഷണം കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, ആരെങ്കിലും കേൾക്കാത്ത ഉണ്ടോ? അതിന്റെ 66-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിനെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പൊ എല്ലാരും ഏറ്റുപിടിച്ച് പറയണം, മരണയോഗ്യനാണ് എന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 26:66. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ആ ഒരു മുഖത്ത് ഒരാള് ഇങ്ങനെ, നമുക്കറിയാം, നമ്മള് ആരുടെയെങ്കിലും ഒരു തുമ്മല് തെറിച്ചാൽ തന്നെ നമുക്ക് എത്രമാത്രം ഒരു ഹറപ്പാന്നുള്ള കാര്യം. എന്ന് മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ആർക്ക് വേണ്ടിയാ സഹിച്ചെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അതെല്ലാം സഹിച്ച് മുഖത്ത് തുപ്പി, പിന്നെന്താ മുഷ്ടി ചുരുട്ടി കുത്തി കർത്താവിന്റെ മുഖത്ത്. പത്രോസ്, നമ്മൾ അതിന്റെ തൊട്ട് മുമ്പ് പത്രോസിനെ കർത്താവ് തിരിഞ്ഞ് നോക്കുന്നതൊക്കെ നമ്മൾ ലൂക്കോസ് 22 വായിക്കുന്നത്. പത്രോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ആ സ്നേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ അതേ സ്നേഹത്തിന്റെ മുഖം പത്രോസ് മാനസാന്തരപ്പെട്ടു. തന്നെ അതേ സ്നേഹത്തിന്റെ അതേ കരുണയുടെ മുഖം ഇവര് കന്നത്തടിച്ചു, സ്ലാപ്പ് ചെയ്തു, മുട്ടി ചുരുട്ടി കുത്തി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആരെ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക, നീ വലിയ ക്രിസ്തു ആണെന്നല്ലേ പറയുന്നത്, നീ മനുഷ്യപുത്രനായിട്ട് മേഘത്തിൽ വരുന്ന വലിയ ആളല്ലേ, അങ്ങനെയാണെങ്കിൽ അവര് കണ്ണ് മൂടി കെട്ടിയെന്നാണ് നമ്മള് മർക്കൂസിന് സുവിശേഷത്തിൽ ഇതേ പോർഷന് വായിക്കുന്നത്. കണ്ണ് മൂടി കെട്ടി ആരാ അടിച്ചതെന്നുള്ള കാര്യം പറയാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു, അവന്റെ അടുക്കൽ ഒരു വേലക്കാരി നിന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട്. ഗലീലക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുച്ഛമുണ്ട്, ഓ നീ ആ വടക്കൻ അല്ലേ, തെക്കൻ വടക്കൻ എന്ന് പറഞ്ഞ ഗലീലിയ അങ്ങ് വടക്ക, ഇതങ്ങ് തെക്കുള്ള യെരുസലേം, ഇവിടാണ് വലിയ ക്യാപിറ്റലും, ജെറുസലേം ക്യാപിറ്റൽ. വളരെ എല്ലാ യഹൂദന്മാരും ഒക്കെ ഈ യെരുസലേം ദേവാലയത്തിൽ വന്ന അവര് തൊഴണ്ടേ, വർഷത്തില് അവര് ഇത്ര പെരുന്നാളിനൊക്കെ വരും, 3 തവണയെങ്കിലും വരും ഭക്തന്മാരെ, യഹൂദന്മാരെല്ലാം.
അപ്പം നീ ഗലീലക്കാരനായിട്ട്, നീ വടക്കനായിട്ടുള്ള ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. 71-ാമത്തെ വാക്യം, പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോ മറ്റൊരുത്തി, ഇതേ ഇപ്പൊ സാധാരണ വേലക്കാരി പെൺകൊച്ച് ചോദിക്കുന്ന കാര്യമൊക്കെ നമ്മള് യോഹന്നാൻ 18-ലും വായിച്ചേ. അപ്പൊ എന്നാ ഇതേ പത്രോസിനെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ എല്ലാ വലിയ വലിയ യഹൂദന്മാരുടെ മുമ്പാകെ പത്രോസ് ധൈര്യത്തോടെ കർത്താവിനെ ഏറ്റുപറയുന്നു. കർത്താവിനായിട്ട് നിലകൊണ്ട് കർത്താവിന്റെ മൗത്ത് പീസായിട്ട്, കർത്താവിന്റെ വായായിട്ട് അവിടെ സംസാരിക്കുന്ന വലിയൊരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു രൂപാന്തരം. എന്നാൽ അത് നുറുക്കത്തിന്റെ ഫേസിലൂടെ നുറുക്കത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടത്തി വിട്ടിട്ട് പരിശുദ്ധാത്മാവിന് അതുപോലെ വലിയ ശക്തിയോടെ പത്രോസിന്റെ മേൽ വരാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതാ നമ്മൾ വായിക്കുന്നത്. ഒരു മറ്റൊരുത്തി ചോദിക്കുക അവനെ കണ്ട്, അവിടെ ഉള്ളവരോട് ഇവനും നസ്രായനായ യേശു, അവിടെ നസ്രായനായ യേശു എന്ന് പറയുമ്പോൾ അവിടെ നസ്രയത്ത്, ഒരു നന്മയും വരാത്ത നസ്രയത്ത്, നസ്രായനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും എങ്ങനെ പറഞ്ഞു? ആണയോടെ തള്ളി പറഞ്ഞു. അപ്പൊ വിക്ടർ പേര് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ആണയൊക്കെ എവിടുന്ന് കിട്ടി പത്രോസിൽ എന്ന് ചോദിച്ചാൽ, ഈ നടുമുറ്റത്ത് ഈ വേണ്ടാത്ത കമ്പനിയുടെ കൂടെ അല്ലേ ഇരിക്കുന്നേ. അപ്പം ഈ വേണ്ടാത്ത ആൾക്കാർ ഈ അവിടെ ഇതിനെ കോടതി ഭാഷയാണ് ഈ ആണയിടുന്നതും ഒക്കെ. എനിക്ക് അയ്യോ ദൈവം സത്യമായിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ആണയിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന ആരെ പിടിച്ച് ആണയിട്ട് പറയുന്നു, ഇന്ന ആളെ പിടിച്ച് ആണ, അതൊക്കെ ഈ കോടതി മുറിയിലുള്ള സംസാരമാണ് ആണയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ പത്രോസ് അവിടെ കോടതി നടുമുറ്റത്താണ്, ഇവിടെ നടുമുറ്റത്തിരുന്ന് ഇവരുടെ സംസാരമൊക്കെ കേട്ട് അവരുടെ ഒരു ഭാഷയാണ് ആണയിട്ട് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നത് സത്യമാണ് അതാണ് എന്നൊക്കെ. അപ്പൊ ആ ഭാഷ നമ്മള് ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ് എന്നവിടെ വായിക്കുന്നത്. അപ്പൊ 1 Corinthians 15:33 അത് മലയാളത്തിലെ വിഷയം എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സദാചാരത്തെ കെടുത്തുന്നു, ദുർഭാഷണം. മലയാളം പരിഭാഷയിൽ കുറച്ചൊരു വ്യത്യസ്തമായിട്ട്, എന്നാൽ അതിന്റെ മീനിങ് ഏകദേശം സെയിം തന്നെ. 1 Corinthians 15:33 ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അതിന്റെ തൊട്ട് മുമ്പ് വഞ്ചിക്കപ്പെടരുതെന്ന് പറയുന്നുണ്ട്. 15:32 1 Corinthians 15:32 വഞ്ചിക്കപ്പെടരുത്. ഇംഗ്ലീഷിൽ ആ വഞ്ചിക്കപ്പെടരുതെന്നുള്ളതും കൂടെ ഇതിന്റെ കൂടെയാ, 33-ന്റെ കൂടെയാ. ഇങ്ങനെയാണോ മലയാളത്തിൽ? അങ്ങനെ എന്റെ ബൈബിളിൽ പക്ഷെ 32-ൽ മറ്റേ വഞ്ചിക്കപ്പെടരുന്ന് കൊടുത്തിട്ട്. എങ്ങനെയായാലും വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താല് സദാചാരം കെട്ടുപോകുന്നു. ദുർഭാഷണം എന്ന് പറഞ്ഞാല് ബാഡ് കമ്പനി നാം ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതായത് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെയാണ് തെറ്റായിട്ടുള്ള ദുർഭാഷണം, തെറ്റായിട്ടുള്ള സംസാരം വരുന്നത്. അപ്പൊ ആ ദുർഭാഷണത്താല് നമ്മുടെ നല്ല സ്വഭാവം ഒക്കെ കെട്ടുപോകും എന്നുള്ള കാര്യം. നമ്മള് ചാണം ചാരിയാൽ ചാണം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയും. ആ സങ്കീർത്തനം 1-ലും വേണ്ടാത്ത കമ്പനിയിൽ പോകുമ്പോഴാണ് പ്രശ്നമൊക്കെ വരുന്നത്. അതിൽ നിന്നൊക്കെ വിട്ടാണ് ദൈവവചനത്തെ ധ്യാനിക്കണം എന്നൊക്കെ സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം അവന് ഡിനാഡിഡ് വിത്ത് നോത്ത് ആണയിട്ട് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി നമ്മൾ തിരിച്ച് മത്തായി 26-ലേക്ക് വരുമ്പം അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നതല്ലോ, നിനക്ക് വടക്കൻ ഭാഷ. ഇപ്പൊ നമുക്ക് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്ന തൃശ്ശൂരാന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത് തൃശ്ശൂരിൽ നിന്നല്ലേ വന്നേ. ഇപ്പൊ എന്നെ ചില പേഷ്യൻസ് ഈ അടുത്തൊരു കുറച്ചാൾ മുമ്പാ തോന്നുന്നു ഒരു ലേഡി അവര് വന്ന് കൺസൾട്ടേഷൻ ആണ്. അപ്പൊ അവര് ഇവിടെ അടുത്തങ്ങാണ്ട് ഒരു സ്ഥലമാണ് പറഞ്ഞ, പക്ഷെ പെട്ടെന്ന് ഉച്ചാരണം കേട്ടപ്പോ ഞാൻ പറഞ്ഞു എവിടെ സ്ഥലം എവിടെ? അപ്പൊ അവര് പറഞ്ഞ തൃശ്ശൂരെ കണ്ട, ഇപ്പൊ എന്തോ ഹസ്ബൻഡിന് ഇവിടെ ജോലി ചെയ്യണം. പിന്നെ ചിലർ ഈ അമൃതയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ, ചിലർ വടക്കുന്നുള്ള ചിലരൊക്കെ വന്ന് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ എന്തുട്ടാ ഇങ്ങനെ ഒരു കാച്ചിയും കുറുക്കിയൊക്കെ ഏതാണ്ട് ഒരു സംസാരം കേൾക്കുമ്പോഴേ ഇത് വടക്കൻ ഭാഷയെന്ന് മനസ്സിലായി എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പത്രോസിന്റെ ഉച്ചാരണമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി. ഇവന്റെ ആക്സെന്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ കേട്ടിട്ട് ഇവന് വടക്കൻകാരനാ, ഗലീലക്കാരനാ. അപ്പൊ അതാ നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നുവല്ലോ. ഈവൻ ദ വേ യു ടോക്ക് ഗീവ്സ് യു അവേ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. സംസാര ശൈലി, പിന്നെ സംസാരിക്കുന്ന പ്രൊണൗൺസിയേഷനും ആക്സെന്റും സ്ലാങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രയോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും. പത്രോസ് എന്താ പറ്റി പത്രോസ് വെച്ചായാന്ന് നമ്മൾ ചോദിക്കുക. പ്രാഗുവാൻ പത്രോസ് തന്നെ ആണോ എന്നാ അത്രമാത്രം നമ്മളെല്ലാവരും അതുപോലെ ഒരു പത്രോസിന് അങ്ങനെ വീഴ്ച പറ്റാമെങ്കിൽ നമുക്ക് ഇത് പത്രോസ് ഏറ്റവും കർത്താവിനോട് ചേർന്ന് നടന്ന പത്രോസിനെ അങ്ങനെ വീഴാമെങ്കിൽ നമുക്ക് എത്രയധികം നിൽക്കുന്നതെന്ന് തോന്നുന്നത് വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് 1 Corinthians
10ന്റെ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പ്രാകുവാനും ഹി ബിഗാൻ ടു, ഇവരെ കൊണ്ട് മടുത്തു, ഞാൻ ഇത് നാശമെന്നോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പല പ്രാകുന്ന വാക്കൊക്കെ പറഞ്ഞാണ്. ശല്യം, ഇവര് പുറകെ നടന്ന് ആൾക്കാരെ വെറുതെ നടക്കാനും സമ്മതിക്കത്തില്ല. പുറകെ നടന്ന് എത്ര ആവശ്യം ഞാൻ പറയണ്ടേ, എനിക്ക് അറിയത്തില്ല, നിങ്ങളെ കൊണ്ട് തോറ്റു പൊറുതിമുട്ടി, ഐ ഡു നോട്ട് നോ, കേഴ്സ് ആൻഡ് സ്വെയർ, പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. അപ്പോഴത്തേക്കും പെട്ടെന്ന് സൈറൻ അടിച്ചു. അപ്പോഴത്തേക്കും കാര്യം പെട്ടെന്ന് കത്തി. അയ്യോ, അപ്പോൾ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുന്ന യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. നമ്മൾ അവിടെ ലൂക്കോസ് 22ന്റെ ഇതേ പോർഷനിൽ നമ്മുടെ അവിടെ വായിക്കുന്നുണ്ട്. പത്രോസ് ഓർത്തു കർത്താവിന്റെ ആ സ്നേഹം നിറഞ്ഞ മുഖത്തേക്ക് കാണുമ്പോൾ പത്രോസിന് യേശുവിന്റെ വാക്ക് കർത്താവ് നോക്കിയപ്പോഴാ പത്രോസ് ഓർത്തേന്ന് നമ്മൾ ലൂക്കോസ് 22ൽ വായിക്കുന്നുണ്ട്. അത് ദുഃഖത്തോടെ പോയി കരഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കയഫാന്റെ അടുത്തേക്ക് നിന്ന് പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന രംഗം നമ്മൾ കാണുന്നത്. നമ്മളവിടെ യോഹന്നാൻ 18 കയ്യഫാന്റെ അടുത്തേക്ക് നിന്ന് പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്ന് നമ്മള് ഇവിടെ ആ ബാക്കിയുള്ള മർക്കോസിന് സുവിശേഷം ഇതേ കാര്യങ്ങൾ തന്നെ വായിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കണമെങ്കിൽ മർക്കോസ് 14ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ, ഞാനതെല്ലാം കൂടെ വായിക്കുന്നില്ല, ഇതേ കാര്യം തന്നെ നമ്മൾ മർക്കോസ് 14ാം അധ്യായത്തിന് 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ 54 മർക്കോസ് 14:54 അവന് ഇരുന്ന് തീ കാഞ്ഞതായിട്ടൊക്കെ, തീ കാഞ്ഞും കൊണ്ട് വാർമിങ് ഹിംസെൽഫ്, അവര് ഭൃത്യന്മാരോട് ചേർന്ന് അവിടുന്ന് അവന് ഈ ആണയിടാനും പ്രാകുവാനും ഒക്കെ പഠിച്ച് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഈ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് ഒരുപാട് നേരം സംസാരിക്കുകയും അവരുടെ പരദൂഷണം കേൾക്കുകയും അവരുടെ കൊച്ചു വർത്താനം കേൾക്കുകയും, ശരിയാണ്, നമ്മൾ അവരെ ആരെയും വെറുക്കണമെന്നൊന്നും അല്ല, നമ്മൾ അവരോട് സംസാരിക്കണം. പക്ഷേ നമ്മളെ അവരുടെ ആ ഒരു ഇതിലേക്ക്, ഇപ്പം സാക്ലർ പറഞ്ഞൊക്കെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ടഗ് ഓഫ് വാർ മാതിരിയാണ്. അപ്പം നമുക്ക് അവരെ ഇങ്ങോട്ട് കർത്താവിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവഭക്തരായ ചില മനുഷ്യർ നമ്മളെ കൂടുതൽ കർത്താവിലേക്ക് ആകർഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ നിലനിർത്താം. പക്ഷേ നമ്മളെ കൂടെ അവര് അങ്ങ് ലോകത്തിന്റെ, ചിലപ്പോൾ അവര് വിശ്വാസികളാണെന്ന പേരുള്ളവരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സഭയിലുള്ളവരായിരിക്കും, ചിലപ്പം പുറത്തുനിന്നുള്ള സഭയിലുള്ളവരായിരിക്കും, ചിലപ്പം വിശ്വാസികൾ തന്നെ ആയിരിക്കത്തില്ല. പക്ഷെ അവര് നമ്മളെയും കൂടെ അങ്ങോട്ട് അവരുടെ ലോകപ്രകാരമുള്ള ചില മൂല്യങ്ങള്, ചില സിനിമാ കഥകള്, ചില അശ്ലീല തമാശകള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങ് വലിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ടഗ് ഓഫ് വാർ, വടംവലി, പെട്ടെന്ന് നമ്മൾ വടം വെച്ചിട്ട് ജീവനം കൊണ്ട് കർത്താവിലേക്ക് ഓടണം. കർത്താവ് ഈ വ്യക്തി, അപ്പൊ നമ്മൾ അത്ര ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പൊ പക്ഷെ പത്രോസ് കർത്താവിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു, ഇവരോട് തോളോട് ചേർന്ന് നിന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ആ കയ്യഫാന്റെ മുമ്പിലുള്ള നാടകമൊക്കെ നമ്മൾ പിന്നെയും ആ 54 മുതൽ 55 മുതലുള്ള വാക്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 63ാമത്തെ വാക്യത്തില് ഈ മഹാപുരോഹിതൻ വസ്ത്രം കീറിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, പിന്നെ ഈ കണ്ണ് മൂടിക്കെട്ടിയ കാര്യം നമ്മൾ 65ാമത്തെ വാക്യത്തില്, അത് അതിന്റെ മുഖം മൂടി എന്നുള്ളൊരു കാര്യമാണ്. അവന്റെ മുഖം മൂടി, അത് മലയാളത്തിൽ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ബ്ലൈൻഡ് ഫോൾഡ് ഹിം എന്ന പരിഭാഷ 65ാമത്തെ വാക്യം. ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടിയിട്ട് അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. അപ്പൊ മുഷ്ടി ചുരുട്ടി കുത്തിയതായിട്ട് നമ്മൾ മത്തായി 26 വായിച്ചുള്ളൂ. എന്ന് മുഖം മൂടിയിട്ട് മുഷ്ടി ചുരുട്ടി കുത്തി. അപ്പൊ എന്നിട്ട് ആരാ മുഷ്ടി ചുരുട്ടി കുത്തി? അവിടെ ആ പെരിക്കാലിപ്റ്റോ പ്രോസപ്പോൺ, മുഖം മൂടി എന്ന് അത് മലയാളത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത്ര ക്ലിയർ ആവുന്നില്ല. 66ാമത്തെ വാക്യം മുതൽ പിന്നെ നമ്മൾ ആ പത്രോസ് ഇത് കേഴ്സ് ചെയ്യുന്ന പ്രാകുവാനും പത്രോസിന്റെ തള്ളി പറയുന്ന കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. 15ാമത്തെ വാക്യത്തിൽ പിലാത്തോസിന്റെ അടുക്കിലേക്ക് വരുന്നു. പിന്നെ ലൂക്കോസ് 22 ഇതേ കാര്യം നമ്മൾ വായിച്ച് അതും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത ആഴ്ച പിലാത്തോസിന്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ കർത്താവ് എന്നേ പിലാത്തോസിന്റെ അടുത്തേക്ക് പോയി നമുക്ക് വേണ്ടുന്ന 22 ലൂക്കോസ് 22 വരുമ്പോ നമ്മള് ഇതേ കാര്യം നമ്മൾ 54 മുതലുള്ള ഒരു വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 56ാമത്തെ വാക്യത്തിലെ പത്രോസ് ഇതുപോലെ ഇരുന്ന കാര്യവും, പിന്നെ 61ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വാക്യം, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വാക്യം. യേശു തിരിഞ്ഞ്, അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടം നിന്നോട് ഞാൻ 16 വട്ടം പറഞ്ഞില്ലായിരുന്നോ, നീ തള്ളി പറയുന്നത്, നീ ഇപ്പോഴും ഇങ്ങനെ മണ്ടനായിട്ട് പോയല്ലോ, അയ്യോ നീ എന്റെ ശിഷ്യനാ യോഗ്യതയില്ലെന്നോ, അങ്ങനെയുള്ള ആ ഒരു പുച്ഛത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന്റെയോ നോട്ടമല്ല, മറിച്ച് മനസ്സലിവോടെ സ്നേഹത്തോടെ കർത്താവ് നോക്കി. ആ ഒരു കാര്യം നമ്മളവിടെ 61ാമത്തെ വാക്യത്തില്. അപ്പത്തേക്കും കർത്താവിന്റെ മുഖം കണ്ടപ്പോഴത്തേക്കും പത്രോസിന് ഓർമ്മ വന്നു, ഇന്ന് കോഴി മുമ്പ് 3 വട്ടം തള്ളിപ്പറയെന്ന് പറഞ്ഞ് വാക്ക് ഓർത്തു. പുറത്തിറങ്ങി അത് ദുഃഖത്തോടെ കരഞ്ഞു. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, അവന് ഏകനായിട്ട് ചെന്ന് കരഞ്ഞിറങ്ങി. കർത്താവിനെ കാണാൻ വേണ്ടി കുറച്ച് കണ്ണീരൊലിപ്പിക്കാൻ നോക്കിയില്ല. പത്രോസിന്റെ ആ ഒരു ആത്മാർത്ഥത നമ്മളവിടെ കാണുന്നു. പുറത്തിറങ്ങി അത് ദുഃഖത്തോടെ കരഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെയും കണ്ണ് കെട്ടി, അവിടെയും മുഖം മൂടിയെന്ന് തന്നെ ഇംഗ്ലീഷില് കണ്ണ് കെട്ടി എന്ന് പറയുമ്പോൾ മുഖം മൂടിയെന്ന് തന്നെ പ്രോസപ്പോൺ എന്നുള്ള വാക്ക് തന്നെ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ഹിം,
64-ാമത്തെ വാക്യത്തെ ആ മുഖത്ത് തന്നെ അവര് ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷയിൽ 64 ചെറിയൊരു കുറവുണ്ട്, എന്നാൽ മലയാളത്തിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് കണ്ണുകെട്ടി തല്ലിയതായിട്ടുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കർത്താവ് നിൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ 66-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ട്. 23-ാമത്തെ അധ്യായം ആകുമ്പോഴത്തേക്കും പിലാത്തോസിന്റെ അടുക്കിലേക്ക് കർത്താവിനെ കൊണ്ടുപോകുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇത് ചരിത്രപരമായ ഒരു സംഭവമാണ്. എന്നാൽ എന്റെ യേശു കർത്താവ് കെട്ടപ്പെട്ടവനായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തമ്മിലായിട്ട് ഞാൻ ആ ഒരു കർത്താവ് പിലാത്തോസിന്റെയും മുമ്പാകെ നിന്നതിന്റെ പിക്ചേഴ്സ് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ കെട്ടപ്പെട്ടവനാന്ന് പറയുമ്പോൾ കൈ വെറുതെ ഒന്ന് കെട്ടിയതായിരിക്കത്തില്ല, അവരുടെ കെട്ടല്ലേ, അവരങ്ങനെ മാക്സിമം കൈ ഇങ്ങനെ പുറകെ വെച്ച് കെട്ടി, പിന്നെ ഇങ്ങനെ ഒരു കെട്ടും കൂടെ ഒക്കെ കെട്ടി ഒന്നും കൈയൊന്നും അന്ന് അങ്ങോട്ടൊന്ന് ചൊറിയാനോ അല്ലെങ്കിൽ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അസ്വസ്ഥമായിട്ട് ഒന്ന് ചൊറിയാനോ അല്ലെങ്കിൽ ഒന്ന് രക്തം ഒലിച്ചിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് തുടയ്ക്കാനോ പോലും പറ്റാതെ വണ്ണം കൈയൊക്കെ ഇങ്ങനെ മുറുക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ അങ്ങ് കൊണ്ടുപോയി ക്രൂശെടുക്കാൻ വേണ്ടി അവർ അവസാനം ക്രൂശ് ചുമപ്പിക്കാൻ വേണ്ടി കൈയടിച്ചു കാണും. അതുപോലുള്ള ഒരു കാര്യം. അപ്പൊ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അതെല്ലാം സഹിച്ചെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുമ്പോൾ കർത്താവിനോടുള്ള ഒരു നന്ദിയും സ്നേഹവും, കർത്താവ് എന്നെ എത്രമാത്രം എന്നെ നേടാൻ വേണ്ടി എന്നെ നേടുന്ന സന്തോഷം ഓർത്തതാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നത് പോലെ കർത്താവ് ക്രൂശ് ചുമന്ന നാഥനെ ധ്യാനിച്ചും മാനിച്ചും ഞാൻ പോവുകയാണെങ്കിൽ, നിന്ദകൾ സഹിച്ച് നാഥനെ ധ്യാനിച്ചും മാനിച്ചും പോവുകയെങ്കിൽ ഞാൻ ക്ഷീണം എന്തെന്നറിയില്ല എന്നാണ് നമ്മൾ ആ സീവൻ സഞ്ചാരി എന്നുള്ള ആ പാട്ടിനകത്ത് നമ്മൾ പാടുന്ന ആ നിന്ദകൾ സഹിച്ചു പോയ നാഥനെ എന്നെ നേടുന്ന സന്തോഷം, ആ കുറിച്ച് നിന്നെയൊക്കെ സഹിക്കുമ്പോഴും എന്റെ സന്ദീപനെ എനിക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ അവിടെ ഇടണം. എന്നെ നേടാൻ വേണ്ടി എന്റെ കർത്താവ് ആ നിന്നയും പരിഹാസവും എല്ലാം ഒക്കെ സഹിച്ചു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അത് നമ്മൾ എത്രയധികം കർത്താവിനുള്ള ഒരു സ്നേഹവും നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിറയും. പിന്നെ പത്രോസിന്റെ വീഴ്ച എന്നുള്ള പാഠങ്ങള്, പത്രോസ് വേണ്ടാത്തവരുടെ ഇടയ്ക്കൊക്കെ പോയി ഇരുന്ന് അവരുടെ ഭാഷയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ എത്രയധികം നമ്മള് ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ എന്തെങ്കിലും ലോകത്തിന്റെ മണം നമ്മളിലോട്ട്, ഇപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്നതോട് കൂടെ ഇരുന്ന സിഗരറ്റിന്റെ സ്മെല്ല് നമ്മുടെ ഷർട്ട് കിട്ടും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഫാർമസി കുറെ നേരം ഇരുന്ന മരുന്നിന്റെ മണം ഈ ഡ്രസ്സിൽ വരും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ലോകക്കാരുമായിട്ട്, ശരിയാണ്, നമ്മൾ ലോകത്തിൽ നിന്ന് മാറിപ്പോകാനൊക്കത്തില്ല, നമ്മൾ ലോകക്കാരുമായിട്ട് ഇടപെടണം. എന്നാൽ ഇപ്പോഴും ഒരു ഹെൽത്തി ഡിസ്റ്റൻസ്, ലോകക്കാരെന്ന് പറയുമ്പോൾ ഏത് വ്യക്തികളായിട്ടാണെങ്കിൽ നമ്മളെ ലോകത്തിന്റെ ഒരു മൂല്യത്തിലേക്ക്, നമ്മളെ ഒരു പരദൂഷണം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു കോപം അല്ലെങ്കിൽ ഒരു അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത് ചിലപ്പം പത്രവാർത്തകളാവാം, വാട്സാപ്പിലെ കാര്യങ്ങളാവാം, ഫേസ്ബുക്കിലെ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉള്ള ഇൻഫ്ലുവൻസ് ആകാം. അതൊന്നും നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതെ, മറിച്ച് അവരെ ആർക്കെങ്കിലും നമുക്ക് കർത്താവിലേക്ക് നേടാൻ തക്കവണ്ണം നമ്മള് ശക്തരാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങോട്ടേ പോകത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് കട്ട് ഓഫ് ചെയ്യാനൊക്കെ നമ്മൾ എത്രയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പത്രോസിന് അത് പറ്റിയില്ല, അതുകൊണ്ട് പത്രോസ് വീണ് ഒരേ കുഴിയിൽ 3 തവണ വീണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ വീണ്, ഇങ്ങോട്ട് പോയപ്പോൾ വീണെന്ന് പറഞ്ഞതുപോലെ മൂന്നാമത്തെ തവണ വീണപ്പെടാ കോഴി കൂവിയപ്പെടാ പത്രോസിന്റെ കാര്യം കത്തുന്നേ. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമുക്ക് പത്രോസിനെ കല്ലെറിയാൻ നമ്മുടെ കയ്യിലെ കല്ലുകളില്ല, എന്നാൽ അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം. പിന്നെ ആ ഓരോ സമയത്തും ബാക്കി ജ്ഞാനമൊക്കെ കർത്താവ് തരും. പിതാവിന്റെ ആത്മാവെല്ലാം പറഞ്ഞോളും. ഓരോരുത്തർ നമ്മളെ ഓരോ രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കോണർ ചെയ്യാനൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് തന്നെ പല എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ജ്ഞാനത്തോടെ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ള കാര്യമൊക്കെ ദൈവം നമുക്ക് തരും. ദൈവത്തോടുള്ള ഒരു കണക്ഷനിൽ നമ്മൾ അങ്ങനെ കർത്താവിനെ ചാരി ഇരുന്നാൽ മതി. ഈ വചനത്തിലൂടെ എല്ലാം കർത്താവ് നമ്മളെ അധികമായിട്ട് ഉത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നടത്തുകയൊക്കെ ചെയ്യട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് വചനമാകുന്ന കണ്ണാടിയിൽ നമുക്ക് കർത്താവിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് വേണ്ടി അടികൊള്ളുവാനും, കണ്ണൊക്കെ മൂടിക്കെട്ട് മുഷ്ടി ഉരുട്ടി ഇടിക്കുമ്പോഴും ആ താടിരോമം പറിക്കുമ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാം നീതിയോട് വിധിക്കുന്നവെങ്കിൽ ഫലമേൽപ്പിക്കുന്ന യേശുവിനെ കുറിച്ച് നമ്മൾ 1 പത്രോസ് 2:22-23 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ കർത്താവ് അതുപോലെ തന്നെ പിതാവിന് ഫലമേൽപ്പിച്ചു. യേശുവിനെ നോക്കി ജീവിച്ചിടുക, വിശ്വാസത്തിൽ നല്ല പോർ പൊരുതിയിടുക, പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക്, പ്രത്യാശയോടെ നമ്മൾക്ക് ഓടാം. എല്ലാ പാടുകളെല്ലാം സഹിച്ച കർത്താവ് എല്ലാ കഷ്ടങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും ആ കഷ്ടാനുഭവങ്ങളിൽ നമ്മൾ രക്ഷാനായകനെ തിരിഞ്ഞവനാക്കുവാൻ തക്കവണ്ണം പിതാവിന് പ്രസാദം തോന്നി. നമ്മളെ അനേകം പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം തേജസ്സിലേക്ക്, സമൃദ്ധമായ ജീവനിലേക്ക്, ആ മഹത്വത്തിലേക്ക്, യേശുവിന്റെ സ്വഭാവത്തിലേക്ക്,
ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് യേശു ആ വഴി തിരഞ്ഞെടുത്തു. രക്ഷാനായകന്, ആ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, ആ കഷ്ടങ്ങളിലൂടെ പോയാലേ അനേകം അനേകം പുത്രന്മാരും പുത്രിമാരും അനിയന്മാരും അനിയത്തിമാരും ഈ ആദിജാതന് പിന്നാലെ അനേകം പുത്രന്മാരും പുത്രിമാരും ഒക്കെ വരുമ്പോ ആ ജ്യേഷ്ഠ സഹോദരനെ നോക്കി, വലിയേട്ടനെ നോക്കി പഠിക്കുവാൻ തക്കവണ്ണം, എന്റെ കർത്താവ്, എന്റെ ജ്യേഷ്ഠ സഹോദരനായ എന്റെ കർത്താവ്, എന്റെ വലിയ ചേട്ടനായ എന്റെ കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നുപോയി. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉറുമ്പുകടിയൊക്കെ വരുമ്പോ എത്ര വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി എന്റെ കർത്താവ്. എത്രയോ വലിയ 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 മിഷണറിമാരും എത്ര വലിയ വിശ്വാസ വീരന്മാരൊക്കെ സിംഹത്തിന വായിലേക്കും വാളിനിരയായിട്ടും എന്തെല്ലാം വലിയ കൊടിയ പീഡനങ്ങളിലൂടെ ഉപദ്രവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്. എന്നാ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് കഴിയുന്ന കൂടുതലൊന്നും അനുവദിക്കത്തില്ല. ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അപ്പൊ പിതാവിന്റെ ആത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിതാവിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കേണ്ട, പിതാവിന്റെ ആത്മാവ് നമ്മളിലുള്ള പിതാവിന്റെ ആത്മാവ് സംസാരിക്കുക. എപ്പോ സംസാരിക്കാതിരിക്കണം, എപ്പോ സൈലന്റ് ആയിട്ടിരിക്കണം, എപ്പോ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. കയ്യപ്പാവിന് മുമ്പാകെ ആദ്യം ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. എന്നാ വീണ്ടും ചോദിച്ചപ്പോ യേശുവിന് പിതാവിൽ നിന്നുള്ളൊരു ഫ്രീഡം കിട്ടി. ഇവിടെ സംസാരിക്കണം. കർത്താവ് ചോദിച്ചതിനും മാത്രമല്ല, കർത്താവ് കുറച്ചുകൂടി വിശദമായിട്ട് വൺവേർഡ് ആൻസർ പറഞ്ഞു നിർത്താതെ കർത്താവ് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു. അവർക്ക് അത് കിട്ടിയാൽ മതിയായിരുന്നു. അവർക്ക് അവരെ ആ തുമ്പ് പിടിച്ചുകൊണ്ട് വലിയ നാടകമൊക്കെ കളിച്ച് അവര് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് ഉദ്യമിക്കുമ്പോ ഇല്ല തന്നെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് കർത്താവ് എത്ര മാന്യതയോടെ, എത്ര ഡിഗ്നിറ്റിയോടെ രക്തമൊക്കെ ഒലിച്ച് കൈകളൊക്കെ കെട്ടപ്പെട്ടവനായിട്ടൊരു കുറ്റവാളി എന്ന വണ്ണം അവരുടെ മുമ്പാകെ സഹായനായിട്ട് നിൽക്കുമ്പോഴും ആ ഒരു വലിയ മാന്യതയോടെ പിലാത്തോസിന് മുമ്പിലാവട്ടെ, കയ്യപ്പാവിന് മുമ്പിലാവട്ടെ, അന്നാസിന് മുമ്പിലാവട്ടെ, പിന്നെ ഹെരോദാവിന് മുമ്പിലാവട്ടെ, അവിടെ എല്ലാം വലിയ ഡിഗ്നിറ്റിയോടെ ഒരു എല്ലാം തനിക്ക് പിതാവ് എല്ലാ അധികാരവും സ്വർഗത്തിലെയും ഭൂമിയിലെ സകല അധികാരമുള്ളവനെന്ന വണ്ണം വലിയ വലിയ ഒരു മാന്യതയോടെ നമുക്ക് ദൈവം തന്നിട്ടുള്ള വലിയ ക്രിസ്തുവിന് അംബാസിഡേഴ്സ് ആണ്, ക്രിസ്തുവിന് സ്ഥാനപതികളാണെന്നുള്ള മാന്യതയോടെ എത്രയെല്ലാം കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെയൊക്കെ പല പ്രയാസത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ ഒരു മാന്യതയോടെ ഞാൻ രാജാവിന്റെ പുത്രിയാണ്, സകല പ്രപഞ്ചം എന്റെ പിതാവാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള വലിയ ഒരു കോൺഫിഡൻസോടെ, വലിയ ധൈര്യത്തോടെ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ പറയണമെന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. വീണ്ടും വേണം പറയാൻ നമുക്കൊന്നും അറിയത്തില്ല. എന്നാൽ എങ്ങനെ പറയണമെന്ന് ദൈവം തന്നെ നമ്മളൊന്ന് വാതുറക്കാനായിട്ട്, പരിശുദ്ധാത്മാവ് വാതുറക്കാനായിട്ട് ആ ഒരു പ്രേരണ തരുമ്പോൾ നമ്മളൊന്ന് വാതുറന്നാൽ മതി. നമുക്ക് ആ ഒരു അട്ടറൻസ് എന്ത് പറയണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് അനുഭവമായിട്ട് നമുക്കറിയാം. അത് കർത്താവ് നമ്മളെ അവിടുത്തെ വായായിട്ട് ഉപയോഗിക്കും. അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ നമ്മളുടെ ആ ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ മതി. ആ ജീവിതജല നദി, ഈ ആ നദിയുടെ ഒഴുക്കിനനുസരിച്ച്, ദൈവം തരുന്ന ആ ഒരു ഫ്രീഡത്തിനനുസരിച്ച്, ദൈവം തരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനവും, ദൈവത്തിന്റെ ജീവന സമാധാനവും നമ്മളെ നയിക്കുന്നതിനനുസരിച്ച് ചില സമയത്ത് ആ ജീവന സമാധാനവും ചില കാര്യങ്ങളിൽ അവിടെ മിണ്ടാതിരിക്കാനായിരിക്കും, അവിടെ ആ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാനായിരിക്കും. കർത്താവിനടുക്ക് അന്നാസ് ശിഷ്യന്മാരെ കുറിച്ചും ഉപദേശത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചു. എന്നാൽ കർത്താവ് അവിടെ ശിഷ്യന്മാരെ കുറിച്ച് മാത്രം പറയുന്ന അവിടെ ശിഷ്യന്മാരെ കുറിച്ച് പറയാതെ ഉപദേശത്തെ കുറിച്ച് ടോപ്പിക് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പറയുന്ന കർത്താവിന്റെ ഒരു ഞാൻ എങ്ങനെ എന്ത് പറയണം, എല്ലാത്തിലും നമുക്ക് മാതൃകയായിട്ട് യേശുവിനെ നോക്കി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് മുൻമാതൃകയായിട്ട് മുന്നോടിയായിട്ട് ഓടി തീർത്തുവല്ലോ. നന്ദി കർത്താവേ, നമുക്ക് പറയാം. ഈ നല്ല ജീവിതം ഏറ്റവും ചേതോഹരമായിട്ടുള്ള ഏറ്റവും സന്തോഷഭരിതമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച് വ്യസനപാത്രമായിട്ടും ആനന്ദ തൈലത്തിൽ അഭിഷിക്തനായിട്ട് ജീവിച്ച കർത്താവിന്റെ കാൽപ്പാടുകളെ നമുക്ക് നോക്കാം. നമുക്ക് പല എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും കർത്താവ് മതഭക്തരായിട്ടുള്ള ആൾക്കാർ കർത്താവിനെ എതിർത്ത് വന്നതായിട്ട് നമുക്ക് ഓർക്കാം. നമുക്ക് കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി യേശുവി അവിടുന്ന് താണിറങ്ങി എനിക്കായിട്ട് ഈ ഭൂമിയിൽ വന്നതിനായിട്ട്, എനിക്ക് ഓരോരുത്തർക്കുമായിട്ട് ഈ ഭൂമിയിൽ വന്നതിനായിട്ട് നമുക്ക് ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും തികഞ്ഞൊരു മാതൃകയായിട്ട് കർത്താവേ ആയി തീർന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവേ, അവിടുന്ന് ആ ഗുണമില്ലാത്ത കുഞ്ഞാട് അകത്തൊക്കെ വണ്ണം അവിടുന്ന് എല്ലാത്തിനും ഞങ്ങളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടിട്ട് ഒന്നും പാപം ചെയ്യാതെ കർത്താവേ അവിടുത്തെ ആ മനോഭാവങ്ങളിലോ അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലോ പോലും ഒരു പാപത്തിന്റെ ലാഞ്ചനയോ ഒരു ഗന്ധവോ തട്ടാതെ വണ്ണം പിതാവിന് തന്നെ നിർമ്മലനായിട്ട്
ആ നിത്യാത്മാവിനാൽ തന്നെ നിർദോഷനായിട്ട് അർപ്പിച്ച ആ കർത്താവിന്റെ ആ ഒരു കർത്താവിന്റെ സമർപ്പണം, ആ കർത്താവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കുമല്ലോ കർത്താവ്. നന്ദി കർത്താവ്. ഞങ്ങളെ തന്നെ ഈ കർത്താവ് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. അല്ലെ കർത്താവ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ആ നിന്ദകളൊക്കെ സഹിച്ചപ്പോ കർത്താവ് ആ താടിരോമമൊക്കെ വീഴുകയും ആ മുഖത്ത് തുപ്പവും കർത്താവ് മുഷ്ടി ചുരുട്ടി ആ കണ്ണൊക്കെ മൂടിക്കെട്ടി മുഷ്ടി ചുരുട്ടി ഇടിക്കുമ്പോ കൈ കെട്ടിയിരിക്കുന്നതുകൊണ്ട് കർത്താവെ അവിടത്തേക്കൊന്ന് രക്തം ഒന്ന് തുടയ്ക്കാനോ ഒന്നും കർത്താവെ ആ മുക്കിന്റെ പാലമൊക്കെ പൊട്ടി രക്തം ഒഴുകി കാണും കർത്താവെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുൾക്കിരീടമൊക്കെ വെച്ചു വ്യവസ്ഥ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളിലൂടെയൊക്കെ അവിടുന്ന് കടന്നുപോയി കർത്താവ്. അവിടെ നിന്നും കർത്താവെ ഇവിടുന്ന് അപ്പോഴും എന്നെ ചൊല്ലി ആരും കരയേണ്ട, നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ കരയാൻ മതി എന്ന് പറയുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു നിസ്വാർത്ഥതയും കർത്താവിന്റെ ആ ഒരു മാന്യതയും ഡിഗ്നിറ്റിയൊക്കെ കർത്താവായ യേശുവിനെ എപ്പോഴും കാണുവാൻ, ഞങ്ങളുടെ മുമ്പിൽ തന്നെ യേശുവിനെ എപ്പോഴും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ വലതു ഭാഗത്ത് എപ്പോഴും കാണുകയാണ്. ഞങ്ങൾ കുലുങ്ങി പോകത്തില്ലല്ലോ കർത്താവെ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് ഒന്ന് നിറഞ്ഞ് എപ്പോഴും ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിലേക്കോ മറ്റു സാഹചര്യങ്ങളിലോട്ടോ മറ്റു വ്യക്തികളിലോട്ടോ ഒന്നും നോക്കി നിരാശപ്പെടുകയോ നിങ്ങളിലേക്കോ ഒന്നും ചെയ്യാതെ യേശുവിലേക്ക് തന്നെ കർത്താവെ നോക്കി ജീവിപ്പാൻ, ഈ ഓട്ടം ഓടി തികയ്ക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പത്രോസിനെ പോലെ വേണ്ടാത്ത ഇടങ്ങളിലൊക്കെ ചെന്ന് ഇടകൂടത്തിൽ ചെന്ന് പെടാതെ കർത്താവെ ഞങ്ങൾക്ക് ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പത്രോസ് അങ്ങനെ തള്ളി പറഞ്ഞു, അതേ പത്രോസ് തന്നെ പരിശുദ്ധാത്മാവിന്റെ ആ നുറുക്കത്തിലൂടെ കടന്നുപോയി പരിശുദ്ധാത്മാവിന്റെ അമിത ശക്തിയോടെ അതേ പത്രോസിനെ തന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിച്ചുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ആ തള്ളിപ്പറഞ്ഞ തീക്കനലിന്റെ മുമ്പില് വീണ്ടും കർത്താവിനെ ഏറ്റി പറയാൻ അവസരം നൽകുന്ന സ്നേഹനിധിയായ കർത്താവിന്റെ സ്നേഹത്തിന് തീക്കനലിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. അവർക്ക് ശോഭിക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അതിനെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ പ്രാർത്ഥന ഇടുന്നതിനായിട്ട് നന്ദി പറയുന്നു.